ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹം ഏതാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ കഴിഞ്ഞുപോയ രാജാക്കന്മാരുടെ ചരിത്രങ്ങളിലേക്ക് നമുക്കൊരു എത്തിനോട്ടം നോക്കേണ്ടി വരും. രാജാക്കന്മാരുടെ ചരിത്രങ്ങളും പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും പ്രബന്ധങ്ങളും ചരിത്രത്തിൽ തങ്കലിപികളാൽ ചാർത്തപ്പെട്ടു വെച്ചിരിക്കുന്നത് നമുക്കറിയാം. അങ്ങനെ രാജാക്കന്മാര് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഒരു രാജാവ് തന്റെ പ്രിയപ്പെട്ട പ്രജകളോട് ഒരു ആജ്ഞ പുറപ്പെടുവിപ്പിക്കുകയാണ്. ഈ നാട്ടിലുള്ള എല്ലാ പണ്ഡിതന്മാരും നാളെ എന്റെ രാജകൊട്ടാരത്തിലേക്ക് കടന്നു വരണമെന്ന് രാജാവ് തന്റെ പ്രിയപ്പെട്ട പ്രജകളോട് ആജ്ഞ പുറപ്പെടുവിപ്പിക്കുകയാണ്. രാജാവിന്റെ ആജ്ഞയെ ശിരസാ വഹിച്ചുകൊണ്ട് ആ നാട്ടിലുള്ള പണ്ഡിത സമൂഹം ഒന്നടങ്കം രാജകൊട്ടാരത്തിലേക്ക് വരിവരിയായി വരാൻ തുടങ്ങി. രാജാവിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന പണ്ഡിത സമൂഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് രാജാവ് പറയുകയാണ്, ഞാനിന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഈ കൂടി നിൽക്കുന്ന പണ്ഡിതന്മാരിൽ ഏത് പണ്ഡിതനാണോ എനിക്ക് യുക്തവും വ്യക്തവുമായ മറുപടി നൽകുന്നത്, ആ പണ്ഡിതന് ഞാനിന്ന് കൈനിറയെ സമ്മാനങ്ങൾ കൊടുക്കുമെന്ന് രാജാവ് തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന പണ്ഡിതന്മാർക്ക് ഓഫർ കൊടുക്കുകയാണ്. പണ്ഡിതന്മാര് ഒന്നടങ്കം മനസ്സുകൊണ്ട് കൊതിച്ചു, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. രാജാവ് പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് രാജാവ് തരുന്ന സമ്മാനങ്ങൾ എന്റെ കൈക്കുമ്പിളിൽ നേടിയിട്ടെ ഞാനും ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകൂ എന്ന ചിന്തയോടെ നിൽക്കുന്ന പണ്ഡിത സമൂഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് രാജാവ് ചോദ്യം ചോദിക്കുകയാണ്. ഒരു മനുഷ്യന് എത്ര കോടി രൂപയുണ്ടെങ്കിലും, എത്ര അധികാരത്തിന്റെ പവർ ഉണ്ടെങ്കിലും, എത്ര രാഷ്ട്രീയത്തിന്റെ സ്വാധീനമുണ്ടെങ്കിലും, എത്ര പടക്കുതിരകൾ അണിനിരത്തിയിട്ട് മനുഷ്യൻ കാലഘട്ടങ്ങളോളം യുദ്ധം ചെയ്താലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തിരിച്ചുപിടിക്കാൻ കഴിയാത്ത, മനുഷ്യന്റെ ഏറ്റവും വിലമതിക്കാനാകാത്ത അനുഗ്രഹം ഏതാണെന്ന് ഏത് പണ്ഡിതനാണോ എനിക്ക് പറഞ്ഞു തരുന്നത്, ആ പണ്ഡിതന് ഞാനിന്ന് കൈനിറയെ സമ്മാനം കൊടുക്കുമെന്ന് രാജാവ് പണ്ഡിതന്മാരുടെ മുമ്പിൽ ഓഫർ വെക്കുകയാണ്. ചോദ്യം കേട്ട ഉടനെ സദസ്സിൽ നിന്ന് ആദ്യത്തെ പണ്ഡിതൻ ചാടി എഴുന്നേറ്റു. രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്ന, രാജാവേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കാനാകാത്ത അനുഗ്രഹമായി ഞാൻ കണ്ടെത്തിയത് അയൽ രാജ്യത്തിലുള്ള രാജാക്കന്മാര് പോലും കൊതിയോടെ അസൂയയോടെ നോക്കി നിൽക്കുന്ന, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന, ആര് കണ്ടാലും ഒന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന, ആര് കണ്ടാലും ഒന്ന് കയറാൻ കൊതിക്കുന്ന അങ്ങയുടെ ഈ വർണ്ണമനോഹരമായ രാജകൊട്ടാരമുണ്ടല്ലോ, അതാണ് മനുഷ്യന്റെ ഏറ്റവും വിലമതിക്കാനാകാത്ത അനുഗ്രഹമെന്ന് ഒന്നാമത്തെ പണ്ഡിതൻ രാജാവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ രാജാവ് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച ഉത്തരം അതല്ല. ഒന്നാമത്തെ പണ്ഡിതൻ അവിടെ ഇടുന്നു. അടുത്ത പണ്ഡിതനെ ചാടി എഴുന്നേറ്റു. രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു, രാജാവേ, ഒരു മനുഷ്യന്റെ ഏറ്റവും വിലമതിക്കാനാകാത്ത അനുഗ്രഹമായി ഞാൻ കണ്ടെത്തിയത് അങ്ങയുടെ പ്രിയപ്പെട്ട പ്രിയതമയായ രാജ്ഞിയുണ്ടല്ലോ, ആ രാജ്ഞി ധരിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ നൂലുകൾ കൊണ്ട് നെയ്യപ്പെട്ട രാജ്ഞിയുടെ വസ്ത്രങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വിലമതിക്കാനാകാത്ത അനുഗ്രഹമെന്ന് അടുത്ത പണ്ഡിതൻ രാജാവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ രാജാവ് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച ഉത്തരം അതല്ല. രണ്ടാമത്തെ പണ്ഡിതൻ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ പ്രിയപ്പെട്ട പ്രിയതമയായ രാജ്ഞിയുണ്ടല്ലോ, ആ രാജ്ഞി ധരിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ നൂലുകൾ കൊണ്ട് നെയ്യപ്പെട്ട രാജ്ഞിയുടെ വസ്ത്രങ്ങൾ, ആ വസ്ത്രത്തിന്റെ ബട്ടൺസ് പവിഴങ്ങളും ഗോമേതകങ്ങളും മാണിക്യങ്ങളും രത്നങ്ങളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വിലമതിക്കാനാകാത്ത അനുഗ്രഹം. ഇത് പറയുമ്പോ ഇടവട്ടിയുടെ പരിസരത്ത് വന്ന് നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയുടെ മുൻ മന്ത്രിയുടെ മകളുടെ വിവാഹം നടക്കുമ്പോ ആ വിവാഹത്തിന്റെ അന്നത്തെ ദിവസം പുതുമണവാട്ടിക്ക് ധരിക്കാൻ വേണ്ടി നെയ്തെടുത്ത സാരിയുടെ വില കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഏകദേശം 17 കോടി രൂപയായിരുന്നു അത്രേ ആ സാരിയുടെ വില. ഇടവെട്ടിയിൽ വന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, അല്ലാഹുവേ, ആ സാരി കിട്ടിയിരുന്നെങ്കിൽ
ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ട് കുറച്ച് പൈസ വാങ്ങിച്ച് കടമൊക്കെ തീർക്കാമായിരുന്നു. അങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ ഇന്ന് ലോകത്തുണ്ട് എന്ന് തിരിച്ചറിയാനാണ്. രണ്ടാമത്തെ പണ്ഡിതനോട് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച ഉത്തരം അതല്ല. അങ്ങനെ ഓരോ പണ്ഡിതന്മാരും തോൽവി സമ്മതിച്ച് നാണം കെട്ടി ഇളിഭ്യരായിരിക്കുമ്പോ ആ പണ്ഡിത സഭയുടെ മൂലയിൽ നിന്നൊരു പാവപ്പെട്ട പണ്ഡിതനെ ചാടിയിടന്നേറ്റു. രാജാവിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു, രാജാവേ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഉത്തരം അങ്ങയുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഉത്തരമല്ല എങ്കിൽ അങ്ങയുടെ പ്രിയപ്പെട്ട രാജഭടന്മാരെ വിളിച്ചിട്ടെന്റെ കടുപ്പറുപ്പ് കൊല്ലാൻ അങ്ങയുടെ പ്രിയപ്പെട്ട രാജഭടന്മാരോട് പറയാം. അല്ലെങ്കിൽ തൂക്കുമരപ്പിന്റെ ചാരത്ത് കൊണ്ടുപോയിട്ട് എന്നെ തൂക്കി കൊന്നുകളയാൻ അങ്ങയുടെ പ്രിയപ്പെട്ട രാജഭടന്മാരോട് പറയാമെന്ന് പറഞ്ഞിട്ട് ആ പണ്ഡിതൻ രാജാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു, രാജാവേ, ഒരു മനുഷ്യന് എത്ര കോടി രൂപയുണ്ടെങ്കിലും, എത്ര അധികാരത്തിന്റെ പവർ ഉണ്ടെങ്കിലും, എത്ര രാഷ്ട്രീയത്തിന്റെ സ്വാധീനമുണ്ടെങ്കിലും, എത്ര പടക്കുതിരകൾ അണിനിരത്തിയിട്ട് മനുഷ്യന് കാലഘട്ടങ്ങളോളം യുദ്ധം ചെയ്താലും മനുഷ്യന്റെ ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത, ലോകത്തിലെ മനുഷ്യന്റെ ഏറ്റവും വിലമതിക്കാനാകാത്ത അനുഗ്രഹം അവരിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമാണ് എന്ന് പറഞ്ഞു കൊടുത്ത പണ്ഡിതനെ ചാരപ്പേക്ക് വിളിച്ചു നിർത്തിയിട്ട് കൈനിറയെ സമ്മാനങ്ങൾ കൊടുത്ത ചരിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുണ്ടെങ്കിൽ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മാനവന്റെ മനസാന്തരത്തിൽ മാറ്റത്തിന്റെ മാറ്റൊലിയുമായി മക്കയുടെയും മദീനയുടെയും മണൽത്താരുകളെ പുളകച്ചാർപ്പണിയിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസാന്തരത്തിലൂടെ മാലോകർക്ക് അല്ലാഹു നൽകിയ വിശുദ്ധമായ ഖുർആനിന്റെ വിശുദ്ധ വാക്യത്തിലൂടെ പടച്ച റബ്ബ് പറഞ്ഞു തരിക, വസാരിഊ ഇലാ مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. പെട്ടെന്നാകട്ടെ നിന്റെ സെക്കൻഡുകൾ മിനിറ്റുകളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി, മണിക്കൂറുകൾ ദിവസങ്ങളായി, ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി നിന്നിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. കഴിഞ്ഞുപോയ ഒരു സെക്കൻഡ് പോലും നിന്റെ ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത, ലോകത്തിലെ മനുഷ്യന്റെ ഏറ്റവും വിലമതിക്കാനാകാത്ത അനുഗ്രഹമാ. അതുകൊണ്ട് പെട്ടെന്നാകട്ടെ, പെട്ടെന്നാകട്ടെ. എപ്പോഴാണ് ഖാബിദുൽ അർവാഹ് കടന്നു വരുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ പടച്ചവനോട് ഏറ്റുപറഞ്ഞ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകാൻ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പെട്ടെന്നാകട്ടെ, സമയമില്ല. ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാൽ ആരോഗ്യമുണ്ടെങ്കിൽ ആ സമ്പത്ത് നമുക്ക് തിരിച്ചു പിടിക്കാം. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, സമ്പത്തുണ്ടെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ചികിത്സിച്ച് നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാം. എന്നാൽ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരു സെക്കൻഡ് നിന്റെ ആരോഗ്യം കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുമെങ്കിൽ, നിന്റെ സമ്പത്ത് കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുമെങ്കിൽ, രാഷ്ട്രീയത്തിന്റെ സ്വാധീനം കൊണ്ട്, അധികാരത്തിന്റെ പവർ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയ ഒരു സെക്കൻഡ് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെങ്കിൽ ജീവിതം എത്രയോ അർത്ഥവത്തായേനെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരേ ഒരു അനുഗ്രഹം നമ്മുടെ സമയമാണ്. അല്ലാഹു നമ്മുടെ സമയത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി എന്തിന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണം.
2023 കഴിഞ്ഞു, 2024 കഴിയാറായി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത 2025 കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. കഴിഞ്ഞതൊന്നും കഴിഞ്ഞിട്ടില്ല, ഇതൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. എവിടെ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാ, മാ മിൻ യൗമിൻ യുൻശഖു ഇല്ലാ വയുനാദി മലക്കാൻ. ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ രണ്ടു മാലാഖമാര് നമ്മളോടൊരു വാർത്ത പറഞ്ഞു തരുന്നുണ്ട്. 2024 ഡിസംബർ മാസത്തിന്റെ 2-ാം തീയതിയുടെ സുബഹിന്റെ സമയം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ ഒരു മാലാഖ നമ്മളോട് പറഞ്ഞു തന്ന വാർത്ത എന്തെന്നറിയോ? അനയൗമുൽ ജദീദ്, മനുഷ്യ ഞാനെന്നൊരു പുതിയ ദിവസമാ, പുതിയ ദിവസമാ. അമലിക ഷഹീദ്, ഇന്നത്തെ ദിവസം നീ എന്തെല്ലാം ചെയ്യുന്നുവോ അത് നന്മകളാകട്ടെ തിന്മകളാകട്ടെ അത് മുഴുവനും ഞാനും രേഖപ്പെടുത്തി വെക്കുമെന്ന് ഓരോ ദിവസവും ഓരോ മലക്ക് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മദീന ജുമുഅ മസ്ജിദിന്റെ സുന്ദരമായ ഇൽമിന്റെ മജ്‌ലിസ് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, 2024 ഡിസംബർ മാസത്തിന്റെ 2-ാം തീയതി നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് പടച്ച റബ്ബ് ചോദിക്കുന്നു. അഭിമാനത്തോടെ നമുക്ക് പറയാമല്ലോ, ആ 2-ാം തീയതിയുടെ 2 മണിക്കൂർ 2.5 മണിക്കൂർ നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഞാൻ ഇരുന്നു. അല്ലാഹ് ഇടവെട്ടിയുടെ സുന്ദരമായ മജ്‌ലിസിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരിക്കുന്ന മജ്‌ലിസ് പവിത്രത കുറഞ്ഞ മജ്‌ലിസല്ല. നമ്മൾ ഇരിക്കുന്ന മജ്‌ലിസ് ആദരവ് കുറഞ്ഞ മജ്‌ലിസല്ല. ഇത് പവിത്രതയുള്ള മജ്‌ലിസാണ്, ആദരവുള്ള മജ്‌ലിസാ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് പറഞ്ഞു തരയാ, ദുനിയാവിൽ നിങ്ങൾക്ക് അല്ലാഹു 2 സ്വർഗ്ഗങ്ങൾ നൽകിയിട്ടുണ്ട്. ദുനിയാവിന്റെ ദർജയിൽ പടച്ച റബ്ബ് നമുക്ക് 2 സ്വർഗ്ഗങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ സ്വർഗ്ഗം എവിടെയെന്നറിയോ? ആ സ്വർഗ്ഗം കാണാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം പ്രിയപ്പെട്ടവരെ. ആ സ്വർഗ്ഗം എവിടെയാണ്? അങ്ങ് മദീനയിലാണ്, മദീനയിലാണ്, മദീനയിലാണ്. മദീന എത്രയോ സുന്ദരമായ നാടാണ്. മദീന നമ്മളെ കൊതിപ്പിക്കുന്ന നാടാണ്. മദീന നമ്മളെ മാടി വിളിക്കുന്ന നാടാണ്. മദീന നമ്മളെ സന്തോഷിപ്പിക്കുന്ന നാടാണ്. മദീന സമാധാനത്തിന്റെ നാടാ. കണ്ടാലും 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 വിശ്വാസികളുടെ കണ്ണിനും മനസ്സിനും കൊതി തീരാത്ത ലോകത്തിന്റെ ദർഗയിൽ ഒരേ ഒരു സ്ഥലമുണ്ടെങ്കിൽ അതെവിടെയെന്നറിയോ? പരിശുദ്ധമായ മദീനയാണ്, മദീനയാണ്. അല്ലാഹുവേ, ഇടവെട്ടിയുടെ മദീന ജുമുഅ മസ്ജിദിന്റെ സുന്ദരമായ മജ്‌ലിസിൽ വന്ന ഞങ്ങള് മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്, മദീന കാണാതെ മരിപ്പിക്കല്ലേ റബ്ബേ. മഹാന്മാര് ദുആ ചെയ്തതെങ്ങനെയാണ്? മഹാന്മാര് ദുആ ചെയ്തതെങ്ങനെയാണ്? അല്ലാഹുവേ, നീ എനിക്ക് മരണം തരുന്നെങ്കിൽ അത് മദീനയിലാക്കണേ അല്ലാഹ്. മക്കയ്ക്ക് പവിത്രതയില്ലാത്തത് കൊണ്ടല്ല, മക്കയ്ക്ക് ബഹുമാനമില്ലാത്തത് കൊണ്ടല്ല. ലോകത്തെ ഏറ്റവും സുന്ദരമായ നാടേതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നു, അത് മക്കയാണ്, മക്കയാണ്, മക്കയാണ്. ആ മക്കയിലല്ല മദീനയിൽ മരണപ്പെടാന് മഹാന്മാര് കൊതിച്ചതെന്തുകൊണ്ടെന്നറിയോ? അവിടെ കിടന്നുറങ്ങുന്നതാരാണ്? ആ മദീനയുടെ മണ്ണിൽ കിടന്നുറങ്ങുന്നതാരാണ്? റസൂലുള്ളാഹേ, ഹബീബുല്ലാഹേ, ത്വാഹ റസൂലുള്ളാഹേ,
ഹബീബുല്ലാവേ ത്വയ്ബ പാതിയിൽ ജീവേ തൗഹീദോളി നീലാവേ അർശിനും കുർസിനും അധിപതി ഉടയോന് ഹസന പൂലകപ്പിലുരച്ചപുവേ അർശിനും കുർസിനും അധിപതി ഉടയോന് ഹസന പൂലകപ്പിലുരച്ചപുവേ ത്വാഹ റസൂലുള്ളാവേ ഹബീബുല്ലാവേ അല്ലാഹുവേ എത്ര പാടിയാലാ മതി വരുന്നത്, എത്ര പ്രസംഗിച്ചാലാ മതി വരുന്നത്, എത്ര പ്രശംസിച്ചാലാ മതി വരുന്നത്. ഇതുപോലെ പാടാൻ, ഇതുപോലെ പ്രസംഗിക്കാൻ, ഇതുപോലെ പ്രശംസിക്കാൻ ഒരു പ്രവാചകനെ തന്ന അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും പടച്ച റബ്ബേ. അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ലോകത്തിന്റെ നായകനില്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിടന്നുറങ്ങുന്ന മണ്ണായതുകൊണ്ടാണ് മഹാന്മാരെ ആ മണ്ണിൽ മരിക്കാൻ കൊതിച്ചത്. ആ മണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്തെന്നറിയോ? മാ ബൈന ഖബരി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറുണ്ടല്ലോ, എന്റെ മിമ്പറുണ്ടല്ലോ, അതിന്റെ ഇടയിലുള്ള ഭാഗം ദുനിയാവിന്റെ സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. മദീനയിൽ പോയവർക്കറിയാം, മദീനയിൽ പോയവർക്കറിയാം, ആ സ്വർഗത്തിലെന്ന് കയറിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് ജീവിതത്തിന്റെ സങ്കടങ്ങൾ പറയാൻ, ജീവിതത്തിന്റെ വിഷമങ്ങൾ പറയാൻ, ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ പറയാൻ, ജീവിതത്തിന്റെ പരാതികളും പരിദേവനങ്ങളും പരിഭവങ്ങളും ഉടമസ്ഥനായ പടച്ചവനോട് പറയാൻ കോടാന കോടാന കോടി വരുന്ന വിശ്വാസികൾ എത്ര മണിക്കൂറാണ് ക്യൂ നിൽക്കുന്നത്. അല്ലാഹുവേ, ഇവിടെ വന്നിരുന്ന ഞങ്ങള് ആ സ്വർഗത്തിലെത്തിക്കാതെ മരിപ്പിക്കല്ലേ റബ്ബേ. അതേ പവിത്രതയോടെ, അതേ ആദരവോടെ, അതേ ബഹുമാനത്തോടെ, അതേ സ്വീകാര്യതയോടെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന 2ാമത്തെ സ്വർഗമേതെന്നറിയോ? മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന മജ്ലിസ് ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് പറയുന്ന മജ്ലിസ് ഉണ്ടല്ലോ, മഹാന്മാരെ കുറിച്ചും മഹദികളെ കുറിച്ച് പറയുന്ന മജ്ലിസ് ഉണ്ടല്ലോ, അത് ദുനിയാവിന്റെ സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. ഇടവെട്ടിയുടെ സുന്ദരമായ മജ്ലിസിൽ വന്ന വിശ്വാസികളെ, ഇവിടെ ഇരുന്ന് പടച്ചവനോട് എന്ത് ചോദിച്ചാലും ഉറപ്പായും പടച്ച റബ്ബ് തരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരിക. ഒന്നാമത്തെ മലക്കിന്റെ പണിയെന്തെന്നറിയോ? സുബഹിക്ക് വന്ന മലക്കിന്റെ പണിയെന്തെന്നറിയോ? മനുഷ്യ, ഞാനെന്നൊരു പുതിയ ദിവസമാണ്, ഇന്നത്തെ ദിവസം നീ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം ഞാൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെന്ന് ഓരോ ദിവസവും ഒരു മലക്ക് നമ്മളോട് പറയുമെന്ന് റസൂലുള്ളാഹ്. കഴിഞ്ഞതൊന്നും കഴിഞ്ഞിട്ടില്ല, ഇതൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ദുനിയാവിൽ നമ്മൾ എത്ര വർഷം ജീവിച്ചു? 70 വർഷം ജീവിച്ചവർ ഈ മജ്ലിസിലുണ്ട്, 60 വർഷം ജീവിച്ചവർ ഈ മജ്ലിസിലുണ്ട്, 50ഉം 40ഉം 30ഉം 20ഉം വർഷം ജീവിച്ചവർ ഈ മജ്ലിസിലുണ്ട്. കഴിഞ്ഞുപോയ വർഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, ഇത് മുഴുവനും നാളെ പരലോകത്തിൽ വരും. നമുക്കെതിരെ സാക്ഷി പറയും, ഒന്നുകിൽ അനുകൂലം അല്ലെങ്കിൽ എതിരെ. അള്ളാഹു അനുകൂല സാക്ഷിത്വം പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഓരോ ദിവസവും 2 മലക്കുകൾ നമ്മുടെ മുമ്പിൽ വരും, എന്നിട്ട് പറയും, ഞാൻ ഇന്നൊരു പുതിയ ദിവസമാണ്,
ഇന്ന് നീ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം രേഖപ്പെടുത്തി വെക്കും. അൽഹംദുലില്ലാഹ് 2024 ഡിസംബർ മാസത്തിന്റെ 2-ാം തീയതി എന്ത് ചെയ്തു എന്ന് പടച്ചറബ് നമ്മളോട് ചോദിക്കുമ്പോ അഭിമാനത്തോടെ നിസ്സംശയം നമുക്ക് പറയാലോ, അല്ലാഹുവേ 2-2.5 മണിക്കൂർ ദുനിയാവിന്റെ സ്വർഗത്തിൽ ഞാൻ ഇരുന്നു പടച്ചോനെ. അല്ലാഹുവേ, ഈ സ്വർഗത്തിൽ ഞങ്ങളെ ഇരുത്തിയതുപോലെ നാളെ നിന്റെ യഥാർത്ഥ ജന്നത്തിൽ സ്വർഗത്തിൽ നീ ഞങ്ങളെ ഇരുത്തണേ റഹ്മാനെ, നീ ഞങ്ങളെ ഒരുമിപ്പിക്കണേ റഹ്മാനെ, അതിന് ഈ മജ്ലിസ് ഒരു സബബാക്കണേ അല്ലാഹ്. ഈ ഹദീസിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ടാണ് മഹാനായ സയ്യിദ് ബിൻ സംദ് റളിയല്ലാഹു അൻഹു, മഹാനുഭാവന് 60 വയസ്സ് പൂർത്തിയായി. 60 വയസ്സ് പൂർത്തിയായ മഹാനായ സയ്യിദ് ബിൻ സംദ് റളിയല്ലാഹു അൻഹു തന്റെ വീടിന്റെ ഉള്ളിൽ തന്റെ റൂമിനകത്ത് കയറി കതകടച്ച് കരയാൻ തുടങ്ങി. ഭാര്യ വന്നു, മക്കള് വന്നു, കുടുംബക്കാര് വന്നു, കൂട്ടുകാര് വന്നു, നാട്ടുകാര് വന്നു. എന്നിട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ കരയുന്നത്? എന്തേ, നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ? നമുക്ക് ചികിത്സിക്കാം. അതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യതയുണ്ടോ? അത് വീടാനുള്ള സമ്പത്ത് നമുക്ക് സ്വരൂപിക്കാം. അതല്ല, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് പരിഹരിക്കാം. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് മഹാനായ സയ്യിദ് ബിൻ സംദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഒരു മറുപടിയുണ്ട്, ഇടവെട്ടിക്കാരെ നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന മറുപടി. മഹാനായ സയ്യിദ് ബിൻ സംദ് റളിയല്ലാഹു അൻഹു മക്കളോട്, ഭാര്യയോട്, കുടുംബക്കാരോട്, കൂട്ടുകാരോട്, നാട്ടുകാരോട് പറയാണ്, ഞാൻ കരയുന്നത് വേറൊന്നിനുമല്ല, എനിക്ക് ഒരു കടവുമില്ല, എനിക്കൊരു രോഗവുമില്ല, പക്ഷെ എനിക്ക് 60 വയസ്സ് പൂർത്തിയായി. അത് ഓർത്തിട്ടാണ് കരയുന്നത്. നമ്മളാണെങ്കിലോ ഇനി 60 അല്ല, 70 അല്ല, 80 അല്ല, 90 അല്ല, 100 ആയാലും വയസ്സ് പൂർത്തിയാകുന്നതിന്റെ അന്ന് ഒരു കേക്കൊക്കെ വാങ്ങിച്ചൊന്ന് കുറച്ച് ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തോ പോലെയാണ്. നമ്മുടെ കഴിഞ്ഞു പോകുന്ന ആയുസ്സിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയും പ്രിയപ്പെട്ടവരെ, ഇനി ജീവിതത്തിൽ അത് തിരിച്ചു കിട്ടോ? അതിനെന്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു? അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെ പിടിച്ചു നിർത്തുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും? റബ്ബേ, നീ ഞങ്ങളുടെ ഹിസാബ് എളുപ്പമാക്കണേ അല്ലാഹ്, നീ ഞങ്ങളുടെ വിചാരണ എളുപ്പമാക്കണേ പടച്ചവനെ. സയ്യിദ് ബിൻ സംദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി അത് അറിയുന്നതിന് മുമ്പ് ഒരു 3 സ്വലാത്ത് ഒന്ന് ഉറക്കെ ചൊല്ലിക്കൂടെ? ഒന്ന് ഉറക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം. മഹാനായ സയ്യിദ് ബിൻ സംദ് റളിയല്ലാഹു അൻഹു 60 വയസ്സ് പൂർത്തിയായപ്പോൾ പറഞ്ഞ മറുപടിയാണ്. മഹാനായ സയ്യിദ് ബിൻ സംദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മക്കളോട്, ഭാര്യയോട്, കുടുംബക്കാരോട്, കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുകയാ, എനിക്ക് ഇന്നത്തെ ദിവസം 60 വയസ്സ് പൂർത്തിയായി. 60 വയസ്സ് പൂർത്തിയായി. എനിക്ക് ശരീരത്തിനൊരു രോഗവുമില്ല, ഒരു സാമ്പത്തിക കടബാധ്യതയുമില്ല. പിന്നെന്തിനാണ് ഞാൻ കരയുന്നതെന്നറിയോ? 60 വർഷത്തെ ഞാനെന്ന് 365 കൊണ്ടെന്ന് ഗുണിച്ചു നോക്കി. 365 കൊണ്ട് എന്റെ 60 വർഷത്തെ ഗുണിച്ചു നോക്കിയപ്പോ ഏകദേശം 21,900 ദിവസം ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്. മക്കള് പറഞ്ഞു, ഉപ്പാ 21,900 ദിവസം ജീവിക്കാൻ പടച്ചറപ്പ് നിങ്ങൾക്ക് അവസരം തന്നല്ലോ. അതോർത്തിട്ട് നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പിന്നെന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ സയ്യിദ് ബിൻ സംദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മക്കളോട്, കുടുംബക്കാരോട് പറഞ്ഞു കൊടുക്കുകയാ, മക്കളെ, എന്റെ 21,900 ദിവസത്തെ കുറിച്ച് ഉറപ്പിട്ട് എനിക്ക് പേടിയില്ല.
ഞാൻ പേടിക്കുന്നത് ഒരേ ഒരു ദിവസത്തെ ഉറപ്പിട്ടാണ്. ഞാൻ കരയുന്നത് ഒരേ ഒരു ദിവസത്തെ ഉറപ്പിട്ടാണ്. ഇടവെട്ടിയുടെ സുന്ദരമായ ഇൽമിന്റെ മജ്‌ലിസിൽ വന്ന വിശ്വാസികളെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും കടന്നു വരേണ്ട ദിവസം അതാണ്. നമ്മളെ ചിന്തിപ്പിക്കേണ്ട ദിവസം അതാണ്. നമ്മളെ കരയിപ്പിക്കേണ്ട ദിവസം അതാണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ദിവസം അതാ. ആ ദിവസം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. പടച്ചവന്റെ പരലോകത്തിൽ ഈ സെയ്ദിനെ പിടിച്ചു നിർത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ ഞാൻ എന്താണ് എന്റെ പടച്ചവനോട് എടുത്തു കാണിക്കേണ്ടത് മക്കളെ? ആ ദിവസത്തിൽ എന്റെ പടച്ചറപ്പനോട് 21,900 ദിവസത്തെ കുറിച്ച് ചോദിക്കുമ്പോ ഞാൻ എന്താണ് പറയേണ്ടത് മക്കളെ? ഇടവെട്ടിയിൽ വന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇടവെട്ടിയിൽ വന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, നാളെ ആ ദിവസത്തിലേക്ക് പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒന്നുമില്ലാതെയാണ് നമ്മൾ കടന്നു ചെല്ലുന്നതെങ്കിൽ ഉറപ്പാണ് പടച്ചവന്റെ മലക്കുകളോട് നമ്മളെ കുറിച്ച് അല്ലാഹു പറയുന്നത് എന്തെന്നറിയോ? മഹാന്മാരായ പണ്ഡിതന്മാരാ ദിവസത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തിയത് എങ്ങനെയെന്നറിയോ? ചൂടുള്ള നാടുണ്ടേ ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്ത് ഹാലാ ചൂടാ. വന്തോഷ വണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണ് ഈള. സുഹൃത്തുക്കളെ പതയ്ക്കുന്നതാണ് മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. നാളെ പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ നിസ്കാരമില്ലാതെ, നോമ്പില്ലാതെ, സ്വതഖയില്ലാതെ, ഇസ്തിഗ്ഫാറില്ലാതെ, സ്വലാത്തില്ലാതെ, തസ്ബീഹില്ലാതെ, അമലില്ലാതെ പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു അവന്റെ മാലാഖമാരോട് നമ്മളെ കുറിച്ച് പറയുന്നത് എന്തെന്നറിയോ? ഖുദൂഹു വഖുല്ലൂ. പിടിക്കവനെ, പിടിക്കവളെ, ഞാൻ കൊടുത്ത ആയുസ് അവന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് ദുനിയാവിൽ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ മരണപ്പെട്ട് ഈ പരലോകത്തിലേക്ക് വന്നവനാണ്. അതുകൊണ്ട് സുമ്മൽ ജഹീമ സ്വല്ലൂ, കത്തിക്കാടുന്ന നരകത്തിലേക്ക് നമ്മളെ വലിച്ചെറിയാൻ പടച്ചറപ്പ് പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസത്തെ ഓർപ്പിട്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹാനായ സെയ്ദ് ബിൻ സംദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരോട് പറഞ്ഞു കൊടുക്കുകയാ. മഹാനായ സെയ്ദ് ബിൻ സംദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കളെ, എന്റെ 60 വർഷത്തെ 365 കൊണ്ട് ഞാൻ ഗുണിച്ചു നോക്കിയപ്പോ ഏകദേശം 21,900 ദിവസം ഞാൻ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, ആ മൊബൈൽ കാൽക്കുലേറ്റർ എടുക്കണം, എന്നിട്ട് നമ്മുടെ ജീവിച്ച വർഷത്തെ ഒന്ന് ഗുണിച്ചു നോക്കണം. 365 കൊണ്ട് എത്ര ദിവസം കിട്ടും ആ ദിവസത്തിൽ? എന്നിട്ട് മഹാനായ സെയ്ദ് ബിൻ സംദ് റളിയല്ലാഹു അൻഹു പറയുന്നു, 21,900 ദിവസം ദുനിയാവിൽ ജീവിച്ച ഞാൻ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എത്ര തെറ്റ്? ഒരു തെറ്റ്. ഒരു സെക്കൻഡിൽ ഒന്നാണോ നമ്മൾ ചെയ്യുന്നത്? ഒരു മിനിറ്റിൽ ഒന്നാണോ നമ്മൾ ചെയ്യുന്നത്? ഒരു മണിക്കൂറിൽ ഒന്നാണോ നമ്മൾ ചെയ്യുന്നത്? ഒരു ദിവസം ഒന്നാണോ നമ്മൾ ചെയ്യുന്നത്? മഹാനായ സെയ്ദ് ബിൻ സംദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 21,900 ദിവസത്തിന്റെ തെറ്റുകൾ നാളെ പടച്ചവന്റെ പരലോകത്തിൽ പറഞ്ഞാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹാനായ സെയ്ദ് ബിൻ സംദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ
കുടുംബക്കാരോട് പറഞ്ഞു കൊടുക്കുക. അല്ലാഹുവേ, നീ ഞങ്ങളുടെ വിചാരണ എളുപ്പമാക്കണേ റഹ്മാനെ. ഇപ്പോഴെങ്ങാനും മരണപ്പെട്ടു പോയാൽ, ഇപ്പോഴെങ്ങാനും ഞങ്ങളുടെ റൂഹ് പിടിക്കപ്പെട്ടാൽ നിന്റെ മുമ്പിൽ എടുത്തു കാണിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലേ പടച്ചവനെ? ആകെ ഞങ്ങളുടെ പ്രതീക്ഷ നിന്റെ കാരുണ്യമാണ് റഹ്മാനെ. നിന്റെ കരുണയിലായി ദുനിയാവിൽ ജീവിക്കാൻ, നിന്റെ കരുണയിലായി ദുനിയാവിൽ നിന്ന് മരണപ്പെടാൻ, നിന്റെ കരുണയിലായി നാളെ പരലോകത്തിൽ ഒരുമിച്ചുകൂടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനെ. നമ്മുടെയൊക്കെ അമലുകൾ എങ്ങനെയാ? നമ്മുടെ നിസ്കാരം എങ്ങനെയാ? നമ്മൾ നിസ്കരിച്ച നിസ്കാരം നമ്മുടെ കയ്യിലുണ്ടോ? ഏതോ ഒരു കവി പാടിയതുപോലെ, നമസ്കരിക്കും, നോമ്പു പിടിക്കും, സുന്നത്തെടുക്കും, ദുആയിരക്കും, പുറത്തിറങ്ങിയാൽ പിന്നെ നുണ പറയും, നിത്യം അപരന്റെ പച്ചമാംസം കുത്തി വലിക്കും. നമസ്കരിക്കും, നോമ്പ് പിടിക്കും, സുന്നത്തെടുക്കും, സ്വതക്ക ചെയ്യും, എല്ലാം ചെയ്യും. നമസ്കാരത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങി വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ നമസ്കാരം മറ്റുള്ളവർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമസ്കരിക്കും, നോമ്പ് പിടിക്കും, സുന്നത്തെടുക്കും, ദുആയിരക്കും, പുറത്തിറങ്ങിയാൽ പിന്നെ നുണ പറയും, നിത്യം അപരന്റെ പച്ച മാംസം കുത്തി വലിക്കും. നമ്മുടെ അമലുകൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കരുത്, അത് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചേക്കണം. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ പടച്ചറബ് പരിപൂർണമായും സ്വീകരിക്കട്ടെ. അതിന്റെ പൂർണ്ണ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകട്ടെ. സയ്യിദ് ഇബ്നു സംദർ റളിയല്ലാഹു അൻഹു കരഞ്ഞത് തന്റെ ആയുസ്സിനെ കുറിച്ച് ഓർത്തിട്ടാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരൊറ്റ ആയത്തിലൂടെ 2 പ്രാവശ്യം നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. പല കാര്യത്തിനും അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യം നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. വിശുദ്ധമായ ഖുർആൻ ശ്രദ്ധയോടെ കേൾക്കിൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ, അവന്റെ മാലാകമാരെ കൊണ്ട്, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ചവരെ, മരണമുണ്ട്, ഖബറുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, മഹ്ശറയുണ്ട്, ഹിസാബുണ്ട്, സിറാത്തുണ്ടെന്ന് വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. എന്തിനാ പടച്ചറബിനെ സൂക്ഷിക്കേണ്ടത്? എന്തിനെന്നറിയോ? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി ഇന്നത്തെ ദിവസം നീ എന്താണ് നിന്റെ ശരീരം കൊണ്ട് ചെയ്തത്? ഏത് നാളെക്കുറിച്ച് എന്നറിയോ പടച്ചറബ് നമ്മളോട് ചോദിച്ചത്? ഒരു ദിവസമുണ്ടല്ലോ, ഈ മദീന പള്ളിയുടെ ജുമുഅ മസ്ജിദിന്റെ മിനാരത്തിലൂടെ നമ്മളെ കുറിച്ചൊരു വാർത്ത കേൾക്കാനുണ്ട്. എത്ര പേരെ കുറിച്ചാണ് ആ വാർത്ത പറഞ്ഞത്? ഇനി എത്ര പേരെ കുറിച്ചാണ് പറയാനുള്ളത്? ആ പറയുന്നതിൽ ഒരു ദിവസം നമ്മുടെ പേര് പറഞ്ഞിട്ട് ഈ പള്ളിയുടെ മിനാരത്തിലൂടെ ഒരു വാക്ക് പറയാറുണ്ടല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാരുടെ മകൻ മരണപ്പെട്ടിരിക്കുകയാ, ഇന്നാരുടെ മകള് മരണപ്പെട്ടിരിക്കുകയാ, ഇന്നാരുടെ മാതാവ് മരണപ്പെട്ടിരിക്കുകയാ, ഇന്നാരുടെ പിതാവ് മരണപ്പെട്ടിരിക്കുകയാ, ഇന്നാരുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടിരിക്കുകയാ എന്ന വ്യസനകരമായ വാർത്ത ഈ പള്ളിയുടെ മിനാരത്തിലൂടെ ഒരു ദിവസം നമ്മളെ കുറിച്ച് കേൾക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിയുടെ പരിസരത്തൊരു 6 അടി മണ്ണൊരുങ്ങും. 6 അടി മണ്ണിന്റെ ഉള്ളിൽ നമ്മളെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ കുടുംബക്കാര് അവസാനം നമുക്ക് തരുന്ന സമ്മാനം എന്തെന്നറിയോ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞു 3 പടി മണ്ണ് വാരി എറിഞ്ഞ് ഖബറിന്റെ ഉള്ളിൽ നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് പിരിഞ്ഞു പോകുമ്പോ ആ ഖബറിന്റെ ഉള്ളിൽ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ. ഒറ്റ
കിടക്കുന്ന ഖബറിന്റെ ഉള്ളിൽ കിടന്ന് പടച്ചവന്റെ മുമ്പിൽ എടുത്തു കാണിക്കാൻ ദുനിയാവിൽ നീ എന്താണ് ചെയ്തതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്തിനാണ് നമ്മൾ മരണം മറന്ന് കളിക്കുന്നത്? എന്തിനാണ് നമ്മൾ മരണത്തെ ഓർക്കാതെ ജീവിക്കുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിരത്ഭുതം നിന്നോളവും നിനക്കില്ലേ. സിംഹാസനത്തിന് ചുറ്റു നിന്നവരല്ലേ മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. എത്രയെത്ര പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞു പോയി, എത്രയെത്ര സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞു പോയി, എത്രയെത്ര ഔലിയാക്കന്മാരുടെ കാലം കഴിഞ്ഞു പോയി, എത്രയെത്ര പണ്ഡിതന്മാരുടെ കാലം കഴിഞ്ഞു പോയി, എത്രയെത്ര സമ്പന്നന്മാരുടെ കാലം കഴിഞ്ഞു പോയി, എത്രയെത്ര രാജാക്കന്മാർ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയി, എത്രയെത്ര മനുഷ്യരാണ് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയത്. ഒരു ദിവസം മൗത്തെന്ന സിംഹം നമ്മളെയും പിടിക്കും. പ്രിയപ്പെട്ടവരെ, ആ ഖബറിന്റെ ഉള്ളിൽ കിടന്ന് പടച്ചവന്റെ മുമ്പിൽ എടുത്ത് കാണിക്കാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരിക, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. കാരണം പടച്ച റബ്ബ് ആരെന്നറിയോ? ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. കറുത്ത കരിമ്പാറക്കെട്ടിന്റെ ഇടയിലൂടെ ഒഴിഞ്ഞു പോകുന്ന കറുത്ത ഉറമ്പിന്റെ ചലനം പോലും തിരിച്ചറിയുന്നവന് പടച്ചവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ അവന്റെ വിശ്വാസികളെ വിളിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ. അല്ലാഹു വിശ്വാസികളെയാണ് വിളിച്ചത്, നിരീശ്വരവാദികളെ വിളിച്ചിട്ടില്ല. ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരെ അല്ലാഹു വിളിച്ചിട്ടില്ല. ആചാര അനുഷ്ഠാനങ്ങൾ പുറങ്കാല് കൊണ്ട് പുറത്തേക്ക് ചവിട്ടി എറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്ന കാലത്തോളം ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ദുനിയാവിൽ ജീവിക്കും എന്ന് പറയുന്നവരെ അല്ലാഹു വിളിച്ചിട്ടില്ല. ഈ അടുത്തിടെ പത്തനംതിട്ട ജില്ലയിൽ പ്രഭാഷണത്തിന് പോകുമ്പോ ഒരു 10 ആളുകൾ കൂടിയിട്ട് ഒരു ജാഥ നടത്തുകയാണ്. ആ ജാഥയിൽ ആളുകളുടെ എണ്ണക്കുറവല്ല അത്ഭുതപ്പെടുത്തിയതന്നെ. അത്ഭുതപ്പെടുത്തിയത് ആ ബാനർ എഴുതിയിരിക്കുന്ന വാചകമാണ് അത്ഭുതപ്പെടുത്തിയത്. നവലോകം നവചിന്ത. എന്താണ് അവരുടെ നവചിന്ത? പുതിയ ചിന്ത. എനിക്ക് തോന്നുന്നവനോടൊപ്പം തോന്നുന്ന കാലത്തോളം തോന്നുന്ന രീതിയിൽ തോന്നുന്നത് പോലെ ജീവിച്ചിട്ട് അവനെ കളഞ്ഞിട്ട് ഞാൻ അടുത്ത ആളിനെ പിടിക്കും. ഇതാണ് നവചിന്ത. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ അറിയാതെ നമ്മളെ മക്കളുടെ ഹൃദയത്തിലേക്ക് സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ഫെമിനിസ്റ്റ് ചിന്താഗതി നിരീശ്വരവാദം ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അള്ളാഹു ഇല്ല എന്ന് നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറയുമ്പോഴായിരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു, അള്ളാഹുവേ ഇവൻ ഇങ്ങനെ ആയിപ്പോയോ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ, നല്ല ബോധമുള്ള മക്കളാക്കട്ടെ, സ്വാലിഹീങ്ങളാക്കട്ടെ, ഈമാൻ കാമിലായവരാക്കട്ടെ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മക്കളാക്കട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ചിട്ട് പറയാണ്, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. എന്തിനാ പടച്ചവനെ സൂക്ഷിക്കേണ്ടത്? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി ഇന്നത്തെ ദിവസം നീ പടച്ചവന് വേണ്ടി എന്ത് ചെയ്തു നിന്റെ ശരീരം കൊണ്ട്. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇടവെട്ടിക്കാരെ, നമ്മളോട് പടച്ചറബ് ചോദിക്കാണ്, നാളത്തേക്ക് വേണ്ടി നീ ഇന്ന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എന്ത് പറയും? പറയണ്ടേ? എന്തെങ്കിലും നന്മ പറയണ്ടേ? പറയണോ വേണ്ടേ? നിങ്ങൾ മഴയൊക്കെ പോയതിട്ട് തണുത്തു പോയാ? അള്ളാഹു നമ്മളോട് ചോദിക്കാണ്, നീ ഇന്നത്തെ ദിവസം നാളത്തേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പറയണ്ടേ? പറയണോ പറയണ്ടേ? ഇൻഷാ അല്ലാഹ് പറയാൻ ഒരു അവസരം തരിക. ബക്കറ്റ് എടുത്തോളാൻ പറ, ബക്കറ്റ് എടുത്തോളാൻ പറ. സംഘാടകരെ ബക്കറ്റ് എടുത്തോ.
ബക്കറ്റിനകത്ത് പൈസ ഇടുമ്പോ ഒരേ ഒരു നിയ്യത്ത്, വേറൊന്നും ചെയ്യരുത് നിങ്ങൾ. ഒരേ ഒരു നിയ്യത്ത്. ആ നിയ്യത്ത് എന്നറിയോ? കൊല്ലം ജില്ലയിൽ തടിക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സഹോദരിയും 3 മക്കളുമുണ്ട്. നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ച് ഓർത്തിട്ട് നമുക്ക് ഇപ്പോഴും വിഷമമാണ്. കുറെ കിട്ടിയുള്ളല്ലോ പടച്ചോനെ, വേറൊന്നും എനിക്ക് തന്നില്ലല്ലോ റഹ്മാനെ, നീ എന്നാലും എന്നെ കൈയൊഴിഞ്ഞല്ലോ പടച്ചോനെ. നമ്മൾ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. ആ കൊല്ലം ജില്ലയുടെ തടിക്കാട് പ്രദേശത്ത് ജീവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, 3 മക്കൾ. ആ സഹോദരിയുടെ ഭർത്താവിനെ കാരാളികോണം കാരയ്ക്കൽ മുസ്ലിം ജമാഅത്തിലാണ് ഈ വിനീതൻ ജോലി ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് ആ സഹോദരിയുടെ ഭർത്താവിനെ കണ്ടു. ആ സഹോദരനോട് ഞാൻ ചോദിച്ചു, എന്താ സുഖമാണോ? ആ സഹോദരൻ പുഞ്ചിരിയോടെ പറയുന്നു, അൽഹംദുലില്ലാ, സുഖമാണ് ഉസ്താദേ, സുഖം, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. പക്ഷെ നിങ്ങൾ ദുആ ചെയ്യണം, എവിടെ പോയാലും ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താ ദുആ ചെയ്യണ്ടേ? അപ്പൊ ആ സഹോദരൻ പറയാൻ, ഉസ്താദേ, എനിക്ക് അല്ലാഹു 3 മക്കളെ നൽകിയിട്ടുണ്ട്. ഇതൊന്ന് ശ്രദ്ധയോടെ കേൾക്കണേ ഉമ്മമാരെ, ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണേ. നിങ്ങൾക്ക് തന്ന അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം തിരിച്ചറിയണേ. എനിക്ക് 3 മക്കളെ എന്റെ ഞാൻ പറയാൻ പെടുത്ത 3 മക്കളെ എനിക്ക് എന്റെ പടച്ചറബ് നൽകിയിട്ടുണ്ട്. അതിൽ മൂത്തവന് 9 വയസ്സേ ആയിട്ടുള്ളൂ, രണ്ടാമത്തവന് 6 വയസ്സേ ആയിട്ടുള്ളൂ, മൂന്നാമത്തെ കുട്ടിക്ക് 3 വയസ്സേ ആയിട്ടുള്ളൂ. അൽഹംദുലില്ലാ. ഞാൻ ചോദിച്ചു, 3 മക്കളെ കിട്ടിയില്ലേ? അതിനിപ്പോ ദുആ ചെയ്യണ്ടല്ലോ. അൽഹംദുലില്ലാ, 3 മക്കൾ അല്ലാഹു നൽകിയില്ലേ? അൽഹംദുലില്ലാ, അല്ലാഹു നൽകി ഉസ്താദേ. പക്ഷെ ഈ 3 മക്കൾക്കും ബ്ലഡ് ക്യാൻസർ. 3 മക്കൾക്കും ബ്ലഡ് ക്യാൻസർ. ഞാൻ വിചാരിച്ചു അത് മാത്രം ദുആ ചെയ്താൽ മതിയായിരിക്കും. എന്നിട്ട് ആ സഹോദരൻ നിർത്തുന്നില്ല, കണ്ണീരോടെ പറയാൻ, അതെ, മക്കള് മാത്രമായിരുന്നെങ്കിൽ സഹിക്കാം, എന്റെ ഭാര്യയ്ക്കും ബ്ലഡ് ക്യാൻസർ. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് കയ്യും കണക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ അങ്ങനത്തെ രോഗത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തെ നീ അങ്ങനത്തെ രോഗത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ. എന്നിട്ടും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ ഇപ്പോഴും നമുക്ക് വിലയില്ലാതെ പടച്ചവനെ മറന്ന് നമ്മൾ ജീവിക്കാം. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തോളണേ റഹ്മാനെ. നിയ്യത്ത് ചെയ്യുമ്പോ അല്ലാഹുവേ, ഞാൻ ഈ കൊടുക്കുന്ന സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് എനിക്കോ എന്റെ മക്കൾക്കോ എന്റെ കുടുംബക്കാർക്കോ ഞാനുമായി ബന്ധപ്പെടുന്നവർക്കോ ഈ രോഗം നീ എനിക്ക് തരല്ലേ റഹ്മാൻ, നീ എനിക്ക് തരല്ലേ റഹ്മാനെ. ആ നിയ്യത്തോടെ ഇൻഷാ അല്ലാഹ് നല്ല ഒരു സ്വതക്ക എല്ലാവരും എടുത്തേ. ഇനി നാളെ പ്രഭാഷണമൊന്നുമില്ല, ഇതോടെ തീരെയാണ്. നല്ല ഒരു സ്വതക്ക എടുത്ത് എല്ലാവരും കയ്യിലെടുത്ത സഹോദരിമാരൊക്കെ, അല്ലാ നല്ല നിയ്യത്തായിരുന്നു പടച്ചോനെ. നൗഷാദ് വന്നപ്പോ എല്ലാം കൊടുത്തും പോയല്ലോ. സഹോദരിമാരെങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? പൈസ ചിലപ്പോൾ കൊണ്ടുവന്നു. എനിക്കങ്ങനെ വലിയ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നോട് ഇടുക്കി ജില്ലയിൽ ഒന്ന് പ്രഭാഷണം, എനിക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല. നിങ്ങൾ സ്വർണ്ണാഭരണം വന്നാലും സ്വീകരിക്കും. ഇനിയിപ്പോ പൈസ ഇടാനില്ലെങ്കിൽ നിങ്ങൾ ഈ നിയ്യത്ത് ചെയ്തിട്ട് ആ ബക്കറിനകത്ത് സ്വർണ്ണം ഇട്ടോട്. പക്ഷെ നിയ്യത്ത് ഇതായിരിക്കണം, അല്ലാഹു എനിക്കും എന്റെ മക്കൾക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും ഈ രോഗം തരല്ലേ റഹ്മാൻ. ഒരു 3 സ്വലാത്തൊന്ന് ഉറക്കെ ചൊല്ലിയേ നമുക്ക് സ്വതക്ക ഇടുന്നതിന് മുമ്പ് ദുആ ചെയ്യണം, അല്ലാഹു സ്വീകരിക്കുന്നതാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد والآل أهل البيت سلم. ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞു. സ്വതക്കം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്, ആമീൻ പറയാൻ പോവാൻ. സ്വീകരിക്കുന്നതാണ്, ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്തുകളെ നീ ഖബൂലാക്കണേ അല്ലാ.
ഈ സ്വലാത്തുകൾ നിന്റെ ഹബീബിന്റെ റൗളയിലേക്ക് ഇടവട്ടിയുടെ പരിസരത്ത് നിന്ന് ഇന്നത്തെ രാത്രിയിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മുമ്പിലേക്ക് ഇതാ ബക്കറ്റ് കടന്നു വരുന്നു അല്ലാ. ഈ കൊടുക്കുന്ന സ്വതക്കകൾ ഈ മജ്‌ലിസിന് വേണ്ടിയാണ്, ഈ പള്ളിയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടിയാണ് റബ്ബേ. ആ സ്വതക്ക ഞങ്ങൾ ആ ബക്കറ്റിന്റെ ഉള്ളിലിടുമ്പോ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു നീയത്തുണ്ട് റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങളുടെ കുടുംബക്കാർക്കോ ക്യാൻസർ എന്ന് പറയുന്ന രോഗം തരല്ലേ അല്ലാ. പനി പോലെ പടർന്നു പിടിക്കുന്നു റബ്ബേ. നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ, നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ. ഈ സ്വതഖയുടെ ബറക്കത്ത് കൊണ്ട് അങ്ങനെയുള്ള മാരക രോഗങ്ങൾ നീ ഞങ്ങൾക്ക് മരണം വരെ തരല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് തരല്ലേ അല്ലാ, കുടുംബക്കാർക്ക് തരല്ലേ റഹ്മാനേ. ആ നിയ്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് കൊണ്ടുപോയി, ആ നിയ്യത്തോടു കൂടി നല്ല സ്വതക്ക നമ്മൾ കൊടുക്കുന്ന നിയ്യത്ത് അതാണ്. സ്വതക്കയുടെ വലിപ്പവും അങ്ങനെയാകട്ടെ. അല്ലാഹു ഈ സ്വതക്കകൾ നൽകുന്ന ഓരോരുത്തരെയും സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും നാളെ പരലോകത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അവന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ പടച്ചവനോട് തിരിച്ചു വേണം എന്ന് ചോദിക്കുന്ന ഒരേ ഒരു അനുഗ്രഹം ഏതാ? അല്ലാഹുവേ, നീ എനിക്ക് തിരിച്ചു തരുമോ റഹ്മാനെ എന്ന് ചോദിക്കുന്ന ഒരേ ഒരു അനുഗ്രഹം. കേട്ടോ, പല വെള്ളിയാഴ്ച രാവിലെ, പല വെള്ളിയാഴ്ച ജുമുഅ ദിവസങ്ങളിലും നമ്മുടെ അനസ് ബാഖവി ഉസ്താദ് ഇവിടെ ജുമുഅയ്ക്ക് ഓതുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ മുനാഫിഖൂൻ. ആ സൂറത്തുൽ മുനാഫിഖൂനിലൂടെ അല്ലാഹു നമ്മൾ അവസാനം പടച്ചവനോട് ചോദിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധയോടെ കേട്ടോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആന് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു തരികയാണ്, വിശ്വാസികളെ, ദുനിയാവിൽ നിങ്ങൾക്ക് ഞാൻ എത്രയോ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. സമ്പത്ത് തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, വീട് തന്നിട്ടുണ്ട്, വാഹനം തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, ആയുസ് തന്നിട്ടുണ്ട്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ദുനിയാവിന്റെ നെറുകയിൽ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിലെ രണ്ട് അനുഗ്രഹങ്ങൾ നിങ്ങളെ വഞ്ചിക്കുമേ, രണ്ട് അനുഗ്രഹങ്ങൾ നിങ്ങളെ ചതിക്കുമേ. പ്രിയപ്പെട്ടവരെ, രണ്ട് അനുഗ്രഹങ്ങൾ നമ്മളെ മറപ്പിച്ച് കളയും, നമ്മളെ ചതിക്കും, നമ്മളെ വഞ്ചിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അതിലൊന്നാമത്തെ അനുഗ്രഹം ഏതെന്നറിയോ? നിങ്ങളുടെ സമ്പത്താണ്, സമ്പത്താണ്, സമ്പത്താണ്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളെ ചതിക്കുമേ, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളെ മറപ്പിച്ച് കളയുമേ. എന്തിനെ തൊട്ടാണ് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളെ ചതിക്കുന്നതെന്നറിയോ? നിങ്ങളെ മറപ്പിച്ച് കളയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ സ്മരണയെപ്പെട്ട് നിങ്ങളെ മറപ്പിച്ച് കളയുന്ന ഒന്നാമത്തെ അനുഗ്രഹം നിങ്ങളുടെ സമ്പത്താണ്. രണ്ടാമത്തെ അനുഗ്രഹം ഏതെന്നറിയോ? വലാ ഔലാദുകും, നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ മക്കളാണ്. നിങ്ങളുടെ മക്കള് അല്ലാഹുവിന്റെ സ്മരണയെപ്പെട്ട് നിങ്ങളെ ചതിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
ഇടവെട്ടിയുടെ സുന്ദരമായ മജ്‌ലിസ് കടന്നു വന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, മാതാപിതാക്കളെ, എത്രയോ സത്യമാണ് ഖുർആൻ പറഞ്ഞത്, എത്രയോ സത്യമാണ്. മക്കളാൽ ചതിക്കപ്പെട്ട മാതാപിതാക്കളുടെ കഥനകഥകൾ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ കേട്ടതല്ലേ, അറിഞ്ഞതല്ലേ, കണ്ടതല്ലേ. ഈ അടുത്തിടെ കണ്ണൂർ ജില്ലയുടെ കുടുംബ കോടതിയിൽ ഒരു കേസ് നടക്കുകയാണ്. എന്താണ് കേസെന്നറിയോ? 25 വർഷത്തോളം ഗൾഫിന്റെ മണലാരണ്യത്തിൽ തന്റെ ശരീരത്തിന്റെ ആരോഗ്യം മറന്ന്, തന്റെ സമയം മറന്ന്, തന്റെ പ്രിയപ്പെട്ട ഒരേ ഒരു മകൾക്ക് വേണ്ടി ആയുസ് മാറ്റിവെച്ച പ്രിയപ്പെട്ട പിതാവ് ഗൾഫിന്റെ മണലാരണ്യത്തിൽ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് മണലാരണ്യത്തിലേക്ക് കടന്നുപോയ പ്രിയപ്പെട്ട പിതാവിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു സന്തോഷം മാത്രമാണ്. അല്ലാഹുവേ, എന്റെ പൊന്നുമോരുടെ വിവാഹം സന്തോഷത്തോടെ നടക്കണം, എന്റെ പൊന്നുമോരുടെ കല്യാണം സന്തോഷകരമായി നടക്കണം. അങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം പിതാവ് ഗൾഫിന്റെ മണലാരണ്യത്തിൽ നിന്ന്, പ്രവാസ ലോകത്ത് നിന്ന് തന്റെ പ്രിയപ്പെട്ട മകളെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാൻ നാട്ടിലേക്ക് കടന്നു വന്നു. വീട് മുഴുവനും സന്തോഷത്തിലാണ്, ആനന്ദത്തിലാണ്, കല്യാണത്തിന്റെ ഉത്സവ ലഹരിയിലാണ്. എന്നാൽ ഏറെ താമസം കഴിയുമ്പോ ആ കല്യാണ വീടൊരു മരണ വീട് പോലെ ആകുകയാണ്. നാടപ്പ പുതുമണവാട്ടിയെ കാണാനില്ല. ആരോ പിതാവിന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകളെ കാണാനില്ല. ഈ വീടിന്റെ പരിസരത്ത് നിന്ന് 4ാമത്തെ വീടുണ്ടല്ലോ, ആ 4ാമത്തെ വീട്ടിലുള്ള പയ്യനുമായി ഒളിച്ചോടിയിരിക്കുന്നു. ആ പയ്യനാണെങ്കിലോ മുസ്ലിമായ സഹോദരനാണ്, സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യനാ. പിതാവ് ബോധരഹിതനായി നിലത്ത് വീണു. അവസാനം കേസ് കുടുംബ കോടതിയിലെത്തി. മകള് വന്നു, ഭർത്താവ് വന്നു, മാതാപിതാക്കള് വന്നു, ജഡ്ജി വന്നു. കോടതിയിൽ കേസ് നടക്കുകയാണ്. ആ സമയത്ത് ജഡ്ജി മകളോട് ചോദിക്കുന്നു, മോളെ, ആ നിൽക്കുന്നത് നിന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്. 25 വർഷത്തോളം പ്രവാസ ലോകത്ത് നിനക്ക് വേണ്ടി ആരോഗ്യം മാറ്റിവെച്ച, നീ എന്ന ചിന്തയോടെ ജീവിച്ച മനുഷ്യനാണ്. ആ നിൽക്കുന്നത് 9.5 മാസത്തോളം നിന്നെ ഗർഭാശയത്തിനകത്ത് ചുമന്നിട്ട് നൊന്തു പ്രസവിച്ച ഉമ്മയാണ്. ആ ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം പോകുന്നു. അത് നിന്റെ കാമുകനോടൊപ്പം പോകുന്നു. ആ സമയത്ത് ആ മകള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്കെന്റെ ഉപ്പയല്ല ഉമ്മയല്ല വലുത്, എന്റെ കാമുകനാണ് വലുതെന്ന് പറഞ്ഞിട്ട് കാമുകന്റെ കൈപിടിച്ചു കോടതിയുടെ വരാന്തയിലൂടെ നടന്നു പോകുമ്പോ ഉമ്മ ഓടി വന്നിട്ട് മകളുടെ കാല് പിടിക്കുകയാണ്. മകളുടെ കാല് പിടിച്ചിട്ട് മകളോട് പറയുന്നു, മോളെ, നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ മോളെ, നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ മോളെ. നിന്റെ വാപ്പ കരയുന്നത് കണ്ടോ? ആ വാപ്പാനെ ഓർത്തിട്ട് എന്റെ പൊന്നുമോള് എന്നോടൊപ്പം വരുമോ എന്ന് കാല് പിടിച്ചിട്ട് ഉമ്മ കരയുമ്പോ ഉമ്മാടെ കൈ തട്ടിയിറങ്ങിട്ട് ആ മകള് കാമുകനോടൊപ്പം കടന്നുപോയെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വിശ്വാസികളെ, ഒന്നോർത്തോളണേ, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലെന്ന് ഓർമ്മ വെച്ചോളണേ. കാരണം മക്കളും സമ്പത്തും അല്ലാഹുവിന്റെ സ്മരണയെപ്പെട്ട് നിങ്ങളെ ചതിക്കുമെന്ന് ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ചിട്ട് പറയാണ്, വിശ്വാസികളെ, 2 അനുഗ്രഹങ്ങൾ നിങ്ങളെ ചതിക്കും. ഒന്ന്, അംബാലുക്കും, നിങ്ങളുടെ സമ്പത്താണ്. പള്ളിയിൽ നിസ്കാരത്തിന് വേണ്ടി വിളിക്കുമ്പോ പല സഹോദരന്മാരും പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഉസ്താദേ, ളുഹർ നിസ്കാരത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അസ്ർ നമസ്കാരത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ സമയത്താണ് എന്റെ കടയിൽ കുറച്ച് കസ്റ്റമർ വരുന്നത്. ആ സമയത്ത് ഞാൻ കട മാറ്റി വെച്ചിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഈ കസ്റ്റമർ ചിലപ്പോൾ പോയാലോ,
ചിലപ്പോ നീ നിസ്കരിക്കാതെ ആ കച്ചവടം നടത്തുമ്പോൾ നിനക്ക് 10,000 രൂപ കിട്ടിയേക്കാം. പക്ഷെ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് തിരിച്ചു വന്ന് കച്ചവടം നടത്തുമ്പോ അള്ളാഹു നിനക്ക് ചിലപ്പോ 1000 രൂപയെ തരുള്ളായിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കേ, ആ 10,000-ന് 1000-ന്റെ പവർ തരാൻ അള്ളാഹുവിന് കഴിയില്ലേ? 10,000 രൂപ കിട്ടി, അതിന് 1000-ന്റെ പവർ തരാൻ അള്ളാഹുവിന് കഴിയും. 1000 രൂപയെ കിട്ടിയുള്ളൂ, അതിന് 10,000-ന്റെ പവർ തരാൻ ആർക്ക് കഴിയും? അള്ളാഹുവിന് കഴിയും. നിസ്കരിച്ചിട്ട് നീ വന്നുണ്ടാക്കി 1000-ന് അള്ളാഹു ബറക്കത്ത് ചെയ്താൽ അത് 10,000-ന്റെ ഫലം ചെയ്യും. നിസ്കരിക്കാതെ നീ ഉണ്ടാക്കിയ 10,000-ന് അള്ളാഹു ബറക്കത്ത് നൽകിയില്ലെങ്കിൽ 1000 പോലെ നിനക്ക് ചെലവാക്കാൻ പറ്റും. നമ്മളെ ഇബാദത്തിൽ തൊട്ട് മറപ്പിക്കുന്നത് സമ്പത്താണ്. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. ബറക്കത്ത് വേണ്ടേ? സമ്പത്തിൽ ബറക്കത്ത് വേണ്ടേ? ആമീൻ ഒരു പവറില്ലല്ലോ. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. സമ്പത്ത് ഒരു മുഖ്യ ഘടകമാണ് ജീവിതത്തിൽ. സമ്പത്തില്ലാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. സമ്പത്തുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. പക്ഷേ ഈ സമ്പത്ത് പ്രയോജനപ്പെടണം. സമ്പത്തേ എന്ന് പറഞ്ഞ് ജീവിച്ചളയരുത്. ആഖിറത്തിന്റെ മുതൽക്കൂട്ടും കൂടെ ആക്കണം. ആഖിറത്തിനൂടെ വേണ്ടി മാറ്റിവെക്കണം. അള്ളാഹു അങ്ങനെ മാറ്റിവെക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. രണ്ടാമത് പറയുന്നു, വല ഔലാദുക്കും, നിങ്ങളുടെ മക്കൾ നിങ്ങളെ അള്ളാഹുവിന്റെ സ്മരണയെപ്പെട്ട് മറപ്പിച്ചു കളയും. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി തരട്ടെ. എന്നിട്ട് അള്ളാഹു പറയാണ് തുടർന്ന്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വഅൻഫിഖൂ മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് നാം തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ. ഇടവെട്ടിയുടെ സുന്ദരമായ മജ്‌ലിസിൽ വന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, എവിടെയെല്ലാം പടച്ച റബ്ബ് സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം പടച്ച റബ്ബ് അവനിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞതിന്റെ പ്രിയമുള്ളവരെ. നമ്മൾ എങ്ങനെയാണ് ദുനിയാവിലേക്ക് കടന്നു വന്നത്? ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നത് എങ്ങനെയാണ്? രണ്ട് കൈയും മുറുകെ പിടിച്ചല്ലേ ദുനിയാവിലേക്ക് കടന്നു വന്നത്. ലോകം മുഴുവനും വാരിക്കൂട്ടണമെന്ന ചിന്തയോടെ ദുനിയാവിലേക്ക് കടന്നു വന്ന നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട് നാളെ പരലോകത്തിലേക്ക് കടന്നു പോകുമ്പോ എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ? മുറുക്കി വെച്ച കൈ നമ്മൾ പരത്തിയിട്ടല്ലേ പോകുന്നത്. എന്താണ് മനുഷ്യന്മാര് കൊണ്ടുപോയത്? ആരാണ് ദുനിയാവിൽ നിന്ന് അവരുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടുപോയത്? പരം വിരിച്ചുമ്മായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ഖബറെന്ന ഭയങ്കര വീട്ടിലെ. വീട്ടിലെ മെപ്പ പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും മേലെ തണ്ണീരതും ചേർത്തു മണ്ണതിനാലെ മറമാടും ഖബർ ബഹു ചോറിലേ. മറമാടും ഖബർ ബഹു ചോറിലേ. ദുനിയാവിന്റെ നെറുകയിൽ എത്രയെത്ര രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്, എത്രയെത്ര സമ്പന്നന്മാരാണ് ജീവിച്ചിരുന്നത്. അവരെല്ലാം ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട് പരലോകത്തിലേക്ക് കടന്നു പോയപ്പോ അവര് കൊണ്ടുപോയത് വെറും 3 തുണ്ട് കഫൻപുടവ മാത്രമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഅൻഫിഖൂ മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് നാം തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ, വഅൻഫിഖൂ മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് നാം തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. ഖുർആനിൽ എവിടെയെല്ലാം സമ്പത്തിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ പടച്ചവൻ അവനിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞു. നാം തന്നത്, നാം തന്നത്, നാം തന്നത്. അല്ലാഹു തന്നതല്ലാതെ എന്തെങ്കിലും നമ്മുടെ അടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇതിന്റെ യഥാർത്ഥ അർത്ഥം
ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ തരാത്ത ഒരു രൂപയെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അള്ളാഹുവിനാണ് നിങ്ങൾ കൊടുക്കരുത്. അള്ളാഹു തരാത്ത ഒരു രൂപയെങ്കിലും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമോ? അള്ളാഹു തരാത്ത ഒരു രൂപയെങ്കിലും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമോ? അപ്പൊ ചിലര് മനസ്സുകൊണ്ട് ചിന്തിക്കും, ഉസ്താദേ ഞാൻ പാടുപെട്ട് എന്റെ ആരോഗ്യം മാറ്റിവെച്ച് എന്റെ സമയം മാറ്റിവെച്ച് ജോലി ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പത്തല്ലേ? ആരാ ആരോഗ്യം തന്നത്? ആരാ സമയം തന്നത്? ആരാ ആയുസ് തന്നത്? ആരാ ജോലി തന്നത്? ആ ജോലിയുടെ സമ്പത്ത് തന്നത് ആരാ? എല്ലാം മാലിക്കുൽ മുലൂക്കായ പടച്ചറപ്പാണ്. അള്ളാഹു പറയുന്നു, ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. തുടർന്ന് അള്ളാഹു പറയാണ് എപ്പോഴാ ചെലവഴിക്കേണ്ടത്. ഇവിടെയാണ് നമ്മുടെ വിഷയം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്, മരണത്തിന്റെ വിളിയാളവുമായി ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ കടന്നു വന്ന് നിങ്ങളുടെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നന്നാകണേ, ചിലവഴിക്കണേ. ആ സമയത്ത് നിങ്ങൾ പടച്ചവനോട് പറയുന്ന വാക്കെന്തെന്നറിയോ? വയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൽ ഖരീബ്. അസ്റായീൽ നമ്മുടെ റൂഹ് പിടിച്ച് നമ്മുടെ തൊള്ളക്കുഴിയിൽ എത്തുന്ന സമയത്ത് പടച്ചവനോട് നമ്മൾ പറയുന്ന വാക്കെന്തെന്നറിയോ? ലൗലാ അഖർതനീ ഇലാ അജലിൽ ഖരീബ്. അല്ലാഹുവേ, ഒരു സെക്കൻഡ് കൂടി തരുമോ പടച്ചവനെ? ഒരു നിമിഷം കൂടി തരുമോ പടച്ചവനെ? കഴിഞ്ഞ സെക്കൻഡ് വരെ ചെയ്യാത്ത അമലുകൾ മുഴുവനും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യാമെന്ന് പടച്ചവനോട് പറയുന്ന ഒരു സമയം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാറുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ സക്കറാത്തിന്റെ സമയത്തിൽ അള്ളാഹുവിനോട് തിരിച്ചു വേണമെന്ന് ചോദിക്കുന്ന ഒരേ ഒരു അനുഗ്രഹം, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, ഒരേ ഒരു സെക്കൻഡ് കൂടി നീ എനിക്ക് തരൂ പടച്ചോനെ. ആരെല്ലാം പറഞ്ഞിരിക്കുന്നു, മരണത്തെ വെല്ലുവിളിച്ചവൻ പോലും അവസാന സമയം പറഞ്ഞ വാക്കെന്താ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമയോട് പടച്ചറബ് പറഞ്ഞു, മൂസാ നബിയെ, ഫിർഔൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ അഹങ്കാരിയുടെ മുമ്പിൽ പോയിട്ട് അങ്ങൊരു വഅദ് പറഞ്ഞു കൊടുക്കണം, അങ്ങൊരു നസീഹത്ത് പറഞ്ഞു കൊടുക്കണം. ആ വഅദ്, ആ നസീഹത്ത് അവന് ഉപദേശം ചിന്തിച്ചാലോ, അവൻ നന്നായാലോ, അവന്റെ മുമ്പിൽ പോയിട്ട് എന്നെ കുറിച്ച് പരിചയപ്പെടുത്തണം, മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഫിർഔൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ അഹങ്കാരിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എടാ ഫിർഔനേ, പാവപ്പെട്ട ബനൂ ഇസ്രായീലിലെ ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തുന്ന ഫിർഔനേ, പാവപ്പെട്ട ബനൂ ഇസ്രായീലിലെ ന്യൂനപക്ഷങ്ങളോട് അനീതി കാണിക്കുന്ന ഫിർഔനേ, പാവപ്പെട്ട ബനൂ ഇസ്രായീലരായ ന്യൂനപക്ഷങ്ങളെ കൊന്നെടുക്കുന്ന ഫിർഔനേ, പാവപ്പെട്ട ബനൂ ഇസ്രായീലിന്റെ ന്യൂനപക്ഷങ്ങളോട് നീതി തടഞ്ഞു വെക്കുന്ന ഫിർഔനേ, അവരുടെ അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്ന ഫിർഔനേ, ഒരു ദിവസം മരണത്തിന്റെ ദൂതുമായി മരണത്തിന്റെ മാലാഖ നിന്റെ മുമ്പിൽ കടന്നു വരും ഫിർഔനേ. ആ സമയത്ത് ഫിർഔൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ അഹങ്കാരി മൂസാ നബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു കൊടുത്ത അഹങ്കാരത്തിന്റെ വാക്കെന്തെന്നറിയോ? എന്റെ റൂഹ് പിടിക്കാനോ എന്റെ ശരീരത്തിൽ തൊടാനോ ഞാൻ ആരെന്നറിയോ മൂസാ? ഞാനാണ് ഈ
രാജ്യത്തിന്റെ രാജാവ്, എന്റെ ഇഷ്ടപ്രകാരമാണ് ഈ രാജ്യം ചലിക്കുന്നത്. ഞാൻ പറഞ്ഞാലേ ഇവിടെ എന്തെന്ന് നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള എന്റെ ആത്മാവ് പിടിക്കാൻ ഏത് മലക്കാണ് വരുന്നത്? ആ മലക്ക് വരുമ്പോ എന്റെ കോടിക്കണക്കിന് വരുന്ന പട്ടാളപ്പ് അണിനിരത്തിയിട്ട് ആ മലക്കിനെ ഞാൻ ആട്ടിയോടിക്കുമെന്ന അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞ ഫിർഔനദാ അവസാനം ചെങ്കടലിലേക്ക് മുങ്ങി താഴുമ്പോ മൂസാ നബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, മൂസാ നബിയേ, അങ്ങ് പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് മൂസാ നബിയേ. നിന്റെ പടച്ചവനോടൊന്ന് പറയോ, എന്നെ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറയോ. അങ്ങനെ എന്നെ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ആമന്തു ബിറബ്ബി മൂസാ, ഇന്നലെ വരെ തള്ളിപ്പറഞ്ഞ പടച്ചവനെ കൊണ്ട് ഞാൻ വിശ്വസിക്കാം. ഇന്നവരെ പടച്ചവൻ ഇബാദത്ത് ചെയ്യാത്തവനായിരുന്നു, നിസ്കരിക്കാത്തവനായിരുന്നു, നോമ്പ് പിടിക്കാത്തവനായിരുന്നു, സ്വതക്കകള് ദാനധർമ്മങ്ങള് ചെയ്യാത്തവനായിരുന്നു. എന്നാൽ നിന്റെ പടച്ചവനോട് പറഞ്ഞിട്ട് എന്നെ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ നന്നാകാം മൂസാ നബിയേ. ആ സമയത്ത് പടച്ചവന്റെ ഒരു അറിയിപ്പുണ്ട്, കഴിഞ്ഞു മൂസാ നബിയേ, അവന്റെ സമയം കഴിഞ്ഞു പോയി മൂസാ നബിയേ, അവന്റെ അവസരം കഴിഞ്ഞു പോയി മൂസാ നബിയേ, അവന്റെ ആയുസ്സിന്റെ തിരശീല വീഴാൻ പോകുന്ന മൂസാ നബിയേ. ഇടവട്ടിയുടെ സുന്ദരമായ ഇൽമിന്റെ മജ്‌ലിസിൽ വന്ന പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ എത്രയോ പേരുടെ സക്കറാത്തിന്റെ അവസ്ഥയിലെ സക്കറാത്തിന്റെ സമയത്ത് എത്രയോ ഉമ്മമാരുടെ ചാരപ്പ് നമ്മൾ പോയി നിന്നിട്ടുണ്ട്. ഇടവെട്ടിയുടെ സുന്ദരമായ മജ്‌ലിസിൽ വന്ന ഉപ്പ, എത്ര പേരുടെ മയ്യത്താണ് നിന്റെ കൈ കൊണ്ട് നീ കുളിപ്പിച്ചത്, എത്ര പേരുടെ മയ്യത്താണ് നിന്റെ കൈ കൊണ്ട് കഫൻപടവ കൊണ്ട് പൊതിഞ്ഞത്, എത്ര പേരുടെ മയ്യത്താണ് നിന്റെ തോളപ്പ് ചുമന്നിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുവന്നത്, എത്ര പേരുടെ മയ്യത്തിന്റെ മുകളിലാണ് നീ മണ്ണ് വാരി എറിഞ്ഞത്. ഒരു ദിവസം ആ സത്യം നിന്നെ പേടി വരുമ്പോ, ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വരുമ്പോ, ആ സമയത്ത് നമ്മൾ പടച്ചവനോട് ചോദിക്കുന്ന വാക്കെന്തെന്നറിയോ, ലൗലാ അഖർതനീ ഇലാ അജലിൽ ഖരീബ്. ഒരു സെക്കൻഡ് കൂടെ തരൂ പടച്ചവനെ. എത്ര പേര് പറഞ്ഞിരിക്കുന്നു, ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരി ഫിർഔൻ മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ മൂസാ നബിയോട് വിളിച്ചു പറഞ്ഞു, മൂസാ നബിയെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറയൂ അല്ലാഹുവോട്. അവസാനം മൂസാ നബിക്ക് അങ്ങനെ പറയണമെന്ന് ആഗ്രഹം വന്നു. വീണ്ടും വീണ്ടും ഫിർഔൻ അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ മൂസാ നബി അല്ലാഹുവോട് ദുആ ചെയ്തനെ. ജിബ്രീൽ ഇറങ്ങി വന്നു, അവന്റെ വായ്ക്കകത്ത് മണ്ണ് തറച്ചു കൊടുത്ത ചരിത്രം കാണാം. അതുപോലെ നമ്മൾ വിളിക്കുന്ന ഒരു അവസ്ഥ വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, നല്ല മരണം തരട്ടെ. ചില ഉമ്മമാര്, ചില ഉപ്പമാരൊക്കെ മരണപ്പെടുന്ന സമയത്ത് ചിലര് പറയാറുണ്ട്, എന്റെ ഉമ്മ മരണപ്പെട്ടത് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് സംസം വെള്ളം കുടിച്ചിട്ടാണ് എന്റെ ഉമ്മ മരണപ്പെട്ടത്, എന്റെ ഉപ്പ മരണപ്പെട്ടത്. ചിലര് പറയാറുണ്ട്. അവരെങ്ങനെ മരിച്ചെന്നും പറഞ്ഞ് നമുക്കിങ്ങനെ മരിക്കാൻ പറ്റുമോ? ഉമ്മ അങ്ങനെ മരണപ്പെട്ടുകൊണ്ട് എന്നെ അള്ളാഹു അങ്ങനെ മരിപ്പിക്കും എന്ന് ചിന്തയുണ്ടോ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഉമ്മ ചെയ്തത് നമ്മൾ ചെയ്യണം, ഉപ്പ ചെയ്തത് നമ്മൾ ചെയ്യണം. അവര് യഥാസമയം കൃത്യമായിട്ട് നിസ്കരിച്ചവരായിരുന്നു. അവരിതുപോലെ പള്ളിക്ക് കൊണ്ട് സ്വതക്ക കൊടുത്തവരുന്നായിരുന്നു. അവരുടെ ദാരിദ്ര്യം പറഞ്ഞില്ല, സ്വതക്ക കൊടുക്കേണ്ട സമയത്ത് സ്വതക്ക കൊടുത്തു. പാവപ്പെട്ടവരെ പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിച്ചു. ഇബാദത്ത് ചെയ്യേണ്ട സമയത്ത് അവർ ഇബാദത്ത് ചെയ്തു. അങ്ങനെയാണ് സക്കറാത്തിന്റെ അവസ്ഥയിൽ നല്ല നല്ല കാഴ്ചകൾ കാണുമെന്നാണ് നല്ലവര് മരണപ്പെടുമ്പോ. അങ്ങനെ നല്ല കാഴ്ച കണ്ട് മരണപ്പെട്ട ഒരു സ്വഹാബി വനിതയുടെ ചരിത്രം പറഞ്ഞുതരട്ടെ ഉമ്മമാരെ, പറഞ്ഞുതരട്ടെ. സഹോദരിമാരൊക്കെ ഇപ്പൊ ഇങ്ങനെ ചിന്തി, ഉസ്താദ് ഇത്രയും നേരം പ്രസംഗിച്ചിട്ട് നമുക്കൊരു ചരിത്രം പറഞ്ഞില്ലല്ലോ.
ഒരു സ്വഹാബി വനിത മരണപ്പെടാൻ സമയത്ത് കുറച്ചു നേരം ചിരിച്ചു, കുറച്ചു നേരം കരഞ്ഞു. ആ സ്വഹാബി വനിത എന്തിന് ചിരിച്ചു, എന്തിന് കരഞ്ഞു, അതറിയുന്നതിന് മുമ്പ് ഒരു 3 സ്വലാത്ത് ഉറക്കെ ചൊല്ലിയേ സ്വല്ലല്ലാഹു. اللهم صل على محمد والآل أهل البيت سلم. അല്ലാഹു നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കട്ടെ. ഉസ്താദ് ഇങ്ങനെ പറയാണ്, ഉസ്താദെ നമ്മുടെ പള്ളിയുടെ മുന്നോട്ടുള്ള ഗമനം സുഗമമായിട്ട് സന്തോഷമായിട്ട് നടക്കണം. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്വതക്ക വിരിച്ചു തരണമെന്ന് ഉസ്താദ് പറയാം. സിറാജുദ്ദീൻ ഖാസിമി കഴിഞ്ഞു, നൗഷാദ് വാക്കവിയും കഴിഞ്ഞു. അവസാന ദിവസം ഈ പാവപ്പെട്ടവനെയും വിളിച്ചു. ഇതിപ്പോ നമ്മുടെ അവസാനത്തെ പരിപാടി എന്നറിയാം. നമ്മൾ കുളിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നൊരു തോർത്ത് ഇങ്ങനെ പിഴിയുന്നൊരു സ്വഭാവമുണ്ടല്ലോ, ഇങ്ങനെ പിഴി മൊത്തവും വെള്ളവും കളയും. അവസാനം ഒന്നുകൂടെ എന്ത് ചെയ്യുന്നു, ഒരു പിഴിച്ചിലൂടെ അങ്ങ് പിഴിഞ്ഞ് ഒരു തുള്ളിങ്ങളെ. അതുകൊണ്ട് അവസാന തോർത്തമ്മ ഒന്നുകൂടെ നല്ലൊരൊന്ന് പിഴിഞ്ഞു വെക്കും. ഒരു തുള്ളി വെള്ളം ഇങ്ങനെ വീണെങ്കിൽ ആ തൈലൊക്കെ ചോദിക്കുമ്പോൾ ഈ ചരിത്രം കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. സഹോദരിമാരെ, ഈ ചരിത്രം കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, കൊടുത്താൽ മതി. ഏതെങ്കിലും സഹോദരി, ഇനിയിപ്പം നല്ല നൗഷാദ് വാക്ക എന്നിട്ട് കൊടുക്കാൻ പറ്റില്ല, അവരുടെ സ്വർണ്ണാഭരണം ഏതെങ്കിലും സഹോദരി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തു വിട്ടാൽ ആദ്യമായി തരുന്ന സഹോദരിക്ക് പ്രത്യേകം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യും. ഇന്നലെ വന്നവരെല്ലാരെയും കൊടുക്കാതെ ഉണ്ട്, കൊടുക്കാൻ പറ്റിയില്ല, ഉസ്താദിന്റെ അടുത്ത് കൊടുക്കാൻ പറ്റില്ല എങ്കിൽ ഇന്ന് നമുക്ക് ഉസ്താദിന്റെ അടുത്ത് കൊടുക്കാം, ഇന്ന് വരുന്ന ഉസ്താദിന്റെ അടുത്ത് കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കാം. അങ്ങനത്തെ നിയത്തോടുകൂടി എങ്ങാനും ഏതെങ്കിലും ഉമ്മമാര് സഹോദരിമാരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കൊണ്ടുവന്ന പ്രത്യേകം സ്വലാത്ത് ചെയ്ത് ദുആ ചെയ്യും. കേട്ടോ? ഒരു സ്വഹാബി വനിത മരണപ്പെടാൻ സമയത്ത് കുറച്ചു നേരം ചിരിച്ചു, കുറച്ചു നേരം കരഞ്ഞു. സ്വഹാബി വനിതയുടെ പേര് സയ്യിദത്തുന മുആദ റളിയല്ലാഹു അൻഹ. കേട്ടിട്ടുണ്ടോ? മുആദ റളിയല്ലാഹു അൻഹു എന്ന് കേട്ടിട്ടുണ്ട്. മുആദ റളിയല്ലാഹു അൻഹ മരണപ്പെടാൻ സമയത്ത് കുറച്ചു നേരം കരഞ്ഞു, കുറച്ചു നേരം ചിരിച്ചു. സ്വർണ്ണാഭരണം വന്നാ? അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഇൻഷാ അല്ലാഹ് ഈ ചരിത്രം പറഞ്ഞതിന് ശേഷം ഒരു ജോഡി കമ്മൽ ഒരു സഹോദരി അല്ലേ, ഒരു സ്വർണ്ണ മോതിരം, മറ്റു രണ്ടുപേരാണ് ഒരാളാണ്, രണ്ട് സഹോദരി. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. രണ്ടില് തീർക്കലതാണ്. അല്ലാഹുവിന് ഒറ്റയാണ് ഇഷ്ടം, അല്ലാഹുവിന് ഒറ്റയാണ് ഇഷ്ടം. യുഹിബ്ബുൽ വിത്ര. മൂന്നാമതിനോട് ഒരാൾ പറഞ്ഞ 3 ഒറ്റയിൽ നമുക്ക് നിർത്താം. ചരിത്രം കേട്ടിട്ട് തന്നാ മതി കേട്ടോ. മഹദിയായ സയ്യിദത്തുന മുആദ റളിയല്ലാഹു അൻഹ സക്കറാത്തിന്റെ അവസ്ഥയിൽ കുറച്ചു നേരം കരഞ്ഞു, കുറച്ചു നേരം ചിരിച്ചു. മഹദിയായ സയ്യിദത്തുന മുആദ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മക്കളും കുടുംബക്കാരും കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, ഉമ്മാ, നിങ്ങൾ എന്തിനാണ് കുറച്ചു നേരം കരഞ്ഞത്, കുറച്ചു നേരം ചിരിച്ചത് എന്തിനാണ്? ആ സമയത്ത് മഹദിയായ സയ്യിദത്തുന മുആദ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, മക്കളെ, ഞാൻ എന്തിനാണ് കരഞ്ഞതെന്നറിയോ? തഫക്കറതു മുഫാറഖത റബ്ബി. കുറച്ച് സമയം കൂടി കഴിയുമ്പോ എന്റെ റൂഹന്റെ ശരീരത്തിൽ നിന്ന് വിട പറയും, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടും. ഇനി എന്റെ റബ്ബിനെ വേണ്ടി നിസ്കരിക്കാൻ പറ്റൂലല്ലോ,
ഇനി എന്റെ റബ്ബിന് വേണ്ടി നോമ്പ് പിടിക്കാൻ പറ്റൂലല്ലോ, ഇനി എന്റെ റബ്ബിന് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റൂലല്ലോ, ഇനി എന്റെ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ പറ്റൂലല്ലോ, ഇനി ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ പറ്റൂലല്ലോ മക്കളെ. അതോർത്തിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് മഹദിയായ സയ്യിദത്തുനാ മുആദ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. ഇടവെട്ടിയുടെ സുന്ദരമായ മജ്‌ലിസിൽ വന്ന ഉമ്മ, ഇന്നത്തെ രാത്രി നീ നിന്റെ വീട്ടിൽ ചെന്ന് കിടക്കുമ്പോ ഒരു പക്ഷേ പടച്ചവന്റെ അലങ്കനീയമായ വിധിയുമായി നിന്റെ വീടിന്റെ ഉള്ളിൽ പറന്നിറങ്ങി നിന്റെ റൂഹങ്കാരമെ പിടിച്ചാൽ നിനക്കിതുപോലെ പറയാൻ പറ്റോ ഉമ്മ? നിനക്കിതുപോലെ പറയാൻ പറ്റോ പെങ്ങളെ? അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞ് മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ പാവപ്പെട്ട ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. പറയാണ്, മക്കളെ ഞാൻ എന്തിനാണ് കരഞ്ഞെന്നറിയോ? ഞാൻ എന്റെ റബ്ബിനോട്, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് എന്റെ റബ്ബിലേക്ക് പോവാൻ. ഇനി എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ, ഇനി എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂലല്ലോ, ഇനി എനിക്ക് സ്വതക്ക ചെയ്യാൻ പറ്റൂലല്ലോ, ഇനി എനിക്ക് നല്ല നല്ല നന്മകൾ ചെയ്യാൻ പറ്റൂലല്ലോ. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു അങ്ങനെ പറയുന്ന നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുപക്ഷെ ഇന്നെങ്ങാനും അള്ളാഹുവിന്റെ വിധി വന്നു, അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം തരട്ടെ. അങ്ങനെയാണല്ലോ ഇപ്പൊ ചെറുപ്പക്കാരൊക്കെയാണ് നിൽക്കുന്ന നിപ്പിലങ്ങ് വീണ് മരണപ്പെട്ടു വന്നത്. ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിലൂടെ നമ്മൾ കണ്ടൊരു വീഡിയോ, കണ്ണൂർ സ്വദേശിയായ ഒരു സഹോദരൻ, വെറും 25-30 വയസ്സിനിടയിൽ മാത്രമേ ഉള്ളൂ. നല്ല മസിലുണ്ട്, നല്ല ജിമ്മനായിരുന്നു. കടയിൽ മൊബൈലിന്റെ എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിൽ നിൽക്കുന്നു. പെട്ടെന്ന് തലയുടെ പിറകു ഭാഗം തറയിൽ വീഴുന്നു, മരണപ്പെടുന്നതിൽ കൂടുതലും ഇപ്പൊ ചെറുപ്പക്കാരാ. അള്ളാഹു നമ്മുടെയൊക്കെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, അപകടങ്ങളെ തൊട്ട് അവരെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, നല്ല യുവത്വമാക്കട്ടെ. ദീനിനു വേണ്ടി, പള്ളിക്കു വേണ്ടി, നാടിനു വേണ്ടി നല്ല നല്ല സേവനങ്ങൾ ചെയ്യുന്ന നല്ല ചുറുചുറുക്കുള്ള യുവാക്കളായി നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട യുവതയെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കരഞ്ഞത് അതിനു വേണ്ടിയാണ്, എന്റെ റബ്ബിന് ഇനി എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. എന്തിനാ ചിരിച്ചത്? എന്തിനാ ചിരിച്ചത്? മഹദിയായ സയ്യിദത്തുനാ മുആദ റളിയല്ലാഹു അൻഹാ തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, മക്കളെ, ഞാൻ എന്തിനാണ് ചിരിച്ചതെന്നറിയോ? എന്തിനാണ് ചിരിച്ചതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സുബാഹ എന്റെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. ഇടവെട്ടിയുടെ സുന്ദരമായ മജ്‌ലിസിൽ വന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സക്കറാത്തിന്റെ അവസ്ഥയിൽ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണണം. മഹാന്മാര് പറഞ്ഞു തരികയാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ ഉമ്മ വരും, നമ്മുടെ ഉപ്പ വരും, നമ്മുടെ ഭാര്യ വരും, നമ്മുടെ ഭർത്താവ് വരും, നമ്മുടെ മക്കള് വരും, നമ്മുടെ വേണ്ടപ്പെട്ടവര് വരും, നമ്മുടെ ഗുരുനാഥന്മാര് വരും, നമ്മുടെ സ്വാലിഹീങ്ങളായ കൂട്ടുകാര് വരും. അല്ലാഹുവേ, സക്കറാത്തിന്റെ അവസ്ഥയിൽ നല്ല കാഴ്ചകൾ കാണാൻ ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന പാവപ്പെട്ട ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. മഹദിയായ മുആദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഭർത്താവ് അബൂ സുബാഹ എന്റെ മുമ്പിൽ വന്നിട്ട് എന്റെ കൈകാട്ടി വിളിക്കുകയാണ്, മോളെ മുആദ, പെട്ടെന്ന് വാ മുആദ, പെട്ടെന്ന് വാ മുആദ, നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോണ്ടേ മുആദ. എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി പടച്ച റബ്ബ് സ്വർഗ്ഗത്തിന്റെ ഉള്ളിൽ ഒരു കൊട്ടാരം പണിതിട്ടുണ്ട് മുആദ, പെട്ടെന്ന് വാ മുആദ. മഹദിയായ മുആദ
റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന മക്കളെ, എന്റെ ഭർത്താവിനെ ദുനിയാവിൽ ഇത്രത്തോളം സൗന്ദര്യത്തോടെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ ഞാൻ ദുനിയാവിൽ ഇത്രത്തോളം സൗന്ദര്യത്തോടെ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന്റെ മുഖത്തിന് എന്തോ ഒരു സൗന്ദര്യമാണ്, എന്റെ ഭർത്താവിന്റെ മുഖത്തിന് എന്തോ ഒരു തേജസ്സാണ്, എന്റെ ഭർത്താവിന്റെ മുഖത്തിന് എന്തോ ഒരു പ്രകാശമാണ്. തീർന്നില്ല മക്കളെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിടന്ന ഒരു തട്ടമെടുത്തിട്ട് എന്റെ മുമ്പിലേക്ക് നീട്ടിയിട്ട് എന്നെ കാണിച്ചു തരികയാണ്. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു, മോളെ മുആദ, ഈ തട്ടം ആർക്കുള്ളതെന്നറിയോ മുആദ? നിനക്ക് തരാൻ എന്റെ പടച്ചറബന്റെ കയ്യിൽ തന്നതാണ് മുആദ. അതുകൊണ്ട് പെട്ടെന്ന് വാ മുആദ, നിന്നെ ഈ പുതപ്പെട്ട് ഞാനൊന്ന് മൂടട്ടെ, നിന്നെ ഈ പുതപ്പെട്ട് ഞാനൊന്ന് പൊതിയട്ടെ മുആദ. അത് കണ്ടിട്ടാണ് മഹദിയായ മുആദ റളിയല്ലാഹു അൻഹ ചിരിച്ചതെന്ന് മഹദിയായ മുആദ റളിയല്ലാഹു അൻഹ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ. എന്തിനാണ് മക്കളെ ഞാൻ ചിരിച്ചതെന്നറിയോ? ഫനദർതു ഇലാ സൗജി അബൂ സുബാഹ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സുബാഹ എന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കൈകാട്ടി വിളിക്കുകയാണ്, വാ മോളെ വാ, പെട്ടെന്ന് വാ. അങ്ങനെയാണ് നമ്മള് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന എത്ര ഉമ്മമാരുടെ ഉപ്പമാരുടെ ചാരത്ത് നമ്മൾ ചെന്നിട്ടുണ്ട്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവര് പലപ്പോഴും പറയാറുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മ വന്നിരിക്കുന്നു, എന്റെ വാപ്പ വന്നിരിക്കുന്നു, എന്റെ മക്കൾ വന്നിരിക്കുന്നു, എന്റെ ഭർത്താവ് വന്നിരിക്കുന്നു, എന്റെ ഭാര്യ വന്നിരിക്കുന്നു, എന്നെ കൈകാട്ടി വിളിക്കുന്നു, ഞാൻ കാണാത്ത രൂപങ്ങളൊക്കെ ഈ റൂമിന്റെ അകത്ത് ഞാൻ കാണുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? എത്ര പേര് പറഞ്ഞിരിക്കുന്നു? എന്റെ സാമാർ എത്ര പേര് പറഞ്ഞിരിക്കുന്നു മരണത്തിന്? അള്ളാഹു നല്ല കാഴ്ചകൾ കാണാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം വരുമെന്നാണ് ചില ആൾക്കാർ മരണപ്പെടാൻ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരുമെന്നാണ്. അള്ളാഹു ജിബ്രീലിനെ കണ്ട് പുഞ്ചിരിയോടെ മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതിന് നമ്മൾ ഒരൊറ്റ അമല് ചെയ്താൽ മതി, എപ്പോഴും ഒതോടുകൂടി ജീവിച്ചാൽ മതി. എപ്പോഴും ഒതോടുകൂടി ജീവിക്കുന്ന മനുഷ്യന്റെ ചാരത്ത് ആ മനുഷ്യന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, മുആദ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഭർത്താവ് അബൂ സുബാഹ വന്നിട്ട് എന്നെ വിളിക്കുന്നു, മോളെ പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. അള്ളാഹു നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിതിട്ടുണ്ട്, അവിടെ പോണം. എന്നിട്ട് മുആദ റളിയല്ലാഹു അൻഹു പറയാണ്, മക്കളെ, എന്റെ ഭർത്താവിനെ ഇത്ര സൗന്ദര്യത്തോടെ ഞാൻ ദുനിയാവിൽ കണ്ടിട്ടില്ല. എന്ത് സൗന്ദര്യം, എന്ത് പ്രകാശം. എന്നിട്ട് എന്റെ ഭർത്താവ് ഒരു തട്ടമെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് എന്നോട് പറയാണ്, മുആദ, ഇത് നിനക്ക് തരാൻ എന്റെ പടച്ചറബ് തന്നതാണ്, ഇത് നിനക്ക് തരാൻ എന്റെ പടച്ചറബ് തന്നതാണ്. പെട്ടെന്ന് വാ, നിന്നെ ഈ തട്ടം കൊണ്ട് ഞാനൊന്ന് പൊതിയട്ടെ, നിന്നെ ഈ തട്ടം കൊണ്ട് ഞാനൊന്ന് മൂടട്ടെ എന്ന് മഹദിയായ മുആദ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് മരണസമയത്ത് നല്ല കാഴ്ചകൾ കാണണം എന്ന ചിന്തയോടെ ഈ മജ്ലിസിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ, ഒരു സഹോദരൻ സ്വർണം തന്നവർക്ക് ദുആ ചെയ്യും. അത് പ്രത്യേകം ഇന്നലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ബറക്കത്തിന് വേണ്ടി ഇന്നത്തെ ദിവസം മുആദ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറഞ്ഞ ഈ മജ്ലിസിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുണ്ട്? 6666 ആയത്ത്. ഒരു മാസം 555 രൂപ 50 പൈസ. 555 രൂപ 50 പൈസ ഒരു മാസം ഞാൻ കൊടുക്കും. 12 മാസമാകുമ്പോ 6666 രൂപ. വിശുദ്ധ ഖുർആൻ, എന്റെ മക്കൾ ഹാഫിളീങ്ങളാകണം, എന്റെ തലമുറയിൽ ഹാഫിളീങ്ങൾ ഉണ്ടാകണം, ഖുർആൻ നാളെ എന്നെ പരലോകത്തിൽ ശുപാർശ ചെയ്യണം എന്ന ചിന്തയുടെ ബിസ്മീൻ ചൊല്ലി ഇവിടെ ആരെങ്കിലും ഒരാൾ പള്ളിക്ക് ആ പേര്
നൗഷാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ 6666 രൂപ മാസം തോറും 555 രൂപ 50 പൈസ വെച്ച് കൊടുത്ത് അത് ഒരു വർഷം കൊണ്ട് തീർക്കുമെന്ന നിയത്തോടെ 6666 നൗഷാദ്. പിതാവ് മരണപ്പെട്ടു പോയി ചെല്ലിക്കോ തഹ്ലീലില്ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ചൊല്ലിയ പരിശുദ്ധമായ തഹ്ലീലുകളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ തഹ്ലീലുകൾ ചൊല്ലാൻ കാരണക്കാരനായ നൗഷാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞ സ്വതഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ചൊല്ലിയ പരിശുദ്ധ തഹ്ലീലിന്റെയും ആ സഹോദരൻ പറഞ്ഞ സ്വതഖയുടെയും മിസ്ല തവാബ് ആ സഹോദരന്റെ പിതാവിന്റെ ഖബറിന്റെ ഉള്ളിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ പിതാവ് എത്രയോ ഭാഗ്യം ചെയ്തവനാ. ദുനിയാവിന്റെ നെറുകയിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട മകൻ തന്റെ ഖബറിലേക്ക് സ്വതഖ പറഞ്ഞിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ വിശ്വാസികളെ കൊണ്ട് തഹ്ലീൽ ചൊല്ലിപ്പിച്ച് ഖബറിന്റെ ഉള്ളിൽ സമ്മാനം കൊടുക്കാൻ ഒരു പൊന്നുമോന് ദുനിയാവിൽ ബാക്കി വെച്ചിട്ട് പോയ ആ പിതാവ് എത്രയോ ഭാഗ്യം ചെയ്തവനാ. അല്ലാഹുവേ മകന് നൽകുന്ന ഈ സ്വതഖ കണ്ട് ഖബറിന്റെ ഉള്ളിൽ സന്തോഷിക്കാൻ ആ പ്രിയപ്പെട്ട പിതാവിന് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. റബ്ബേ ആ സഹോദരന്റെ മാതാവിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ആ സഹോദരന്റെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ അല്ലാഹ്. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ എണ്ണമനുസരിച്ച് സ്വതഖ പറഞ്ഞ നൗഷാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തിൽ തലമുറയിൽ നീ ഹാഫിളീകളെ കൊടുക്കണേ അല്ലാഹ്. നാളെ പരലോകത്തിൽ ഖുർആൻ ശഫാഅത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരനെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അൽഹംദുലില്ലാ മാഷാ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ഒരു സഹോദരൻ 5 വർഷത്തേക്ക് 1000 രൂപ വീതം കുടുംബാഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യല്ലേ. എല്ലാ മാസവും 5 വർഷം 1000 രൂപ വീതം ഈ പള്ളിക്ക് വേണ്ടി നിയത്ത് ചെയ്തു. അല്ലാഹു കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്തുകളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ സ്വലാത്തുകൾ പേര് പറയാൻ ആഗ്രഹിക്കാത്ത സഹോദരന്റെ പേര് നിന്റെ ഹബീബിന്റെ റൗളയിൽ ഇന്നത്തെ രാത്രിയിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ സഹോദരന്റെ പേര് നിനക്കറിയുമല്ലോ അല്ലാഹ്. ആ സഹോദരന്റെ ആഗ്രഹങ്ങളും നിനക്കറിയുമല്ലോ റബ്ബേ. അല്ലാഹുവേ ഈ സ്വതഖയുടെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരന്റെ ഹലാലായ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് ഈ സ്വതഖയുടെ മിസ്ല തവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നിന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ആ സഹോദരന്റെ കുടുംബത്തെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ആ സഹോദരനും കുടുംബവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, കടങ്ങളെല്ലാം ഈ സ്വതഖയുടെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ശരീരം അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കണേ അല്ലാഹ്.
കിടക്കയിൽ വീണുപോകുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. സമ്പത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. മക്കളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആ സഹോദരൻ ചെയ്യുന്ന തൊഴിലിൽ സാമ്പത്തിക മേഖലകളിൽ ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ വളർച്ചയും ഉയർച്ചയും നൽകണേ അല്ലാ. സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് രണ്ടുപേരായി. ഇനി അടുത്ത രണ്ടാമത്തെ സഹോദരൻ 6666 രൂപ, മാസം തോറും 555 രൂപ 50 പൈസ വീതം പള്ളിയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. എല്ലായിടത്തും ദുആ ചെയ്താൽ അത് എല്ലാവരും ഒത്തു ദുആ ചെയ്യണേ. ഒരു സഹോദരൻ 6666 രൂപ ഈ പറഞ്ഞതുപോലെ, അടുത്തൊരു സഹോദരൻ 6666 ഒരു വർഷത്തേക്ക്, മറ്റൊരു സഹോദരൻ 6666 രൂപ. ഭാര്യ ഭർത്താക്കന്മാർ ഹജ്ജിന് പോകാനും അത്തായുടെയും അമ്മയുടെയും അസുഖം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 6666. ഇത് 6666 വെച്ചാണെങ്കിൽ لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله മുഹമ്മദുർ റസൂലുള്ളാഹ്. ആത്മാർത്ഥമായിട്ടൊന്ന് ആമീൻ പറയണേ. ഈ ആമീൻ പറയുന്നത് നമ്മൾ പിശുക്ക് കാണിക്കരുത്. ശബ്ദമാധുര്യം വിണ്ണീല പാടി ബിലാലെന്ന് ബാങ്കിൽ തേനീശൽ വിണ്ണീല. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പറയുന്നു, മോനെ ബിലാലേ ഇർകഇ യാ ബിലാൽ ഹാദിഹിൽ കഅബത്തിൽ ഉൽയാ. കയറൂ ബിലാലേ കയറൂ ബിലാലേ, എന്നിട്ട് ബാങ്ക് വിളിക്കൂ ബിലാലേ. അല്ലാഹുവേ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മരണസമയത്ത് കാണാനുള്ള മഹാഭാഗ്യം ബിലാൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന് നീ നൽകണേ റബ്ബേ. 20,000 രൂപ ജമീല് സബീല് പോവോ വിടോ? പറക്കത്താണ്, അതുകൊണ്ടാണ് കയറിയും പോയത്. ബിലാൽ സാഹിബ് കമ്മറ്റിക്കാരനാണ്. നമ്മുടെ പള്ളിയിലെ ജമീല് സബീല് ബിലാല് എല്ലാ ലായിൽ അവസാനിക്കുന്ന ആൾക്കാർ. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. 20 ഇനിയൊരു ജലീലെങ്ങാണോ ഉണ്ടാ? ജലീലുണ്ടോ പറയാ? അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. ബിലാൽ 20,000 എത്തിയിരിക്കുന്നു. സബീലിനും ജമീലിനൊക്കെ ഇനിയും പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 22,222. പിന്നെ അതിനു മുമ്പ് അറിയിക്കാനുള്ള ഒരു കാര്യം, സന്തോഷകരമായ ഒരു കാര്യം, നമ്മുടെ അനസ് ബാക്കവി ഉസ്താദ് പറഞ്ഞത്, നമ്മുടെ ഈ സ്ഥലം, പരിപാടിക്ക് സ്ഥലം തന്നത് ഒരു ക്രൈസ്തവ സഹോദരനാണ്. അല്ലേ? അത്ഭുതമാണ് അല്ലേ? ഒരു ക്രൈസ്തവ സഹോദരനാണ് നമ്മുടെ ഈ പരിപാടി നടത്തുന്നതിന് സ്ഥലം തന്നത്. അല്ലാഹു ആ പ്രിയപ്പെട്ട സഹോദരനെ പരിപൂർണമായും സ്വീകരിക്കട്ടെ. ഹിദായത്തിന്റെ പൊൻവിളിച്ചം ആ സഹോദരന്റെ ഹൃദയാന്തരത്തിൽ അല്ലാഹു എത്രയും പെട്ടെന്ന് നൽകുമാറാകട്ടെ. ആ സഹോദരന്റെ തൊഴിലിൽ, ആ സഹോദരൻ ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ ഈ ചെയ്ത പുണ്യപ്രവർത്തനത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെയുള്ള എത്രയോ ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാർ നമ്മുടെ ഈ മജ്‌ലിസിൽ നിന്ന് ഒരു ദുആയ്ക്ക് വേണ്ടി അവർ കൊതിച്ചിരിക്കുക. ആർക്കാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ മതേതരത്തെ, ഈ സാഹോദര്യത്തെ തകർത്ത് കളയാൻ കഴിയുന്നത്?
ഒരു കവി പാടിയത് ഞാൻ ഓർക്കുക. ഒരു പൂങ്കാവനം, പെട്ടെന്ന് തീർന്നു കേട്ടോ, ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ നമ്മൾ ചെല്ലുമ്പോ അവിടെ ഒരേ നിറത്തിലുള്ള പൂവാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് അതിനൊരു മടുപ്പുണ്ടാകും. അതിന്റെ സുഗന്ധം കുറെ കഴിയുമ്പോൾ മടുപ്പുണ്ടാകും. പക്ഷെ ആ പൂന്തോട്ടത്തിൽ നമ്മൾ ചെല്ലുമ്പോ പല നിറത്തിലുള്ള, പല വർണ്ണത്തിലുള്ള, പല സുഗന്ധത്തിലുള്ള പൂക്കളെ കാണുമ്പോ എന്തു രസമായിരിക്കും ആ പൂന്തോട്ടം. ആ കവി ഇങ്ങനെ പാടുകയാണ്: ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ വിരാജിക്കും ഇവിടം പൂങ്കാവനം. തെച്ചിയും ജമന്തിയും ചെമ്പരത്തിയും ചാരെ പിച്ചകച്ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ. ഇവിടെ ഹിന്ദു മാത്രമാണെങ്കിൽ ഈ ഇന്ത്യ സുഗന്ധമുള്ള പൂന്തോട്ടമാകൂല. ഇവിടെ മുസ്ലിം മാത്രമാണെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യം സുഗന്ധമുള്ള പൂന്തോട്ടമാകൂല. ഇവിടെ ക്രിസ്ത്യാനി മാത്രമാണെങ്കിൽ ഇത് സുഗന്ധമുള്ള വർണ്ണമനോഹരമായ ഒരു പൂന്തോട്ടമാകുകയില്ല ഇന്ത്യ മഹാരാജ്യം. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും മതമുള്ളവനും മതമില്ലാത്തവനും ഒത്തുചേരുമ്പോഴാണ് ഇന്ത്യ മഹാരാജ്യം വർണ്ണ ശബളമായ പൂന്തോട്ടമാകുന്നത്. അതാണ് നമ്മൾ ഈ ഇടവിട്ടിയിൽ കണ്ടത്. പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരൻ നമ്മുടെ ഈ സുന്ദരമായ മജ്‌ലിസിന് സ്ഥലം നൽകി. ഇവിടുത്തെ എത്രയോ ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാർ നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ പാതിരാത്രിയിലും അവരിങ്ങനെ കൊതിയോടെ കാത്തിരിക്കുക. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാരെ നീ കബൂലാക്കണേ റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ ഒരു മുത്തു, ഒരു തസ്ബീഹ് മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ സാഹോദര്യത്തോടെ, സന്തോഷത്തോടെ, ഐക്യത്തോടെ ജീവിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള പ്രിയപ്പെട്ട ഞങ്ങൾക്ക് നീ മഹാഭാഗ്യം നൽകണേ അല്ലാഹ്, മഹാഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടന്നൂടെ? ഇവിടെ ലേലം ചെയ്തു, ലേലം ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ നൽകിയവർ, അത് വിളിച്ചു കൊണ്ടുപോയവർ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. അതുപോലെ അനസ് ഉസ്താദ് ഒരു 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സഹോദരന്റെ, അദ്ദേഹത്തിന് ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാൻസർ ആണോ എന്നൊരു സംശയം പറഞ്ഞു. ആദ്യത്തെ ദിവസം തന്നെ ഒരു സ്വതക്ക നൽകിയിട്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള മജ്‌ലിസുകളിൽ ദുആ ചെയ്യണമെന്ന് അറിയിച്ചു. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ശാരീരിക ബുദ്ധിമുട്ട് ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. പൂർണ്ണ ആരോഗ്യം നൽകണേ അല്ലാഹ്. അതുപോലെ 16 വയസ്സ് മാത്രമുള്ള ഒരു സഹോദരൻ അപകടത്തിൽപ്പെട്ടു, ഹോസ്പിറ്റലിലാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അല്ലാഹുവേ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണ ആരോഗ്യം നൽകണേ അല്ലാഹ്. അപകടനില തരണം ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് വരാനുള്ള മഹാഭാഗ്യം ആ പ്രിയപ്പെട്ട സഹോദരന് നീ നൽകണേ റഹ്മാനെ. അതുപോലെ മടിയൂർ ജുമാ മസ്ജിദിന്റെ പ്രിയപ്പെട്ട ഇമാമാണ്, പ്രിയ സുഹൃത്താണ്, പ്രഭാഷകനാണ് ജുനൈദ് ഖാസിമി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഇൽമിൽ ബറക്കത്ത് ചെയ്യട്ടെ, നസീഹത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ശബ്ദം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിനോടൊപ്പം ആ പള്ളിയുടെ കമ്മിറ്റിക്കാരൊക്കെ വന്നിട്ടുണ്ട്, അവരെയൊക്കെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാവിധ ഖൈർ ബറക്കാത്തുകളും അവർക്ക് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. ഈ മദീന മസ്ജിദിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആരെല്ലാം പരിശ്രമിക്കുന്നുവോ അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും നാളെ പരലോകത്തിലും പടച്ച റബ്ബ് നൽകുമാറാകട്ടെ. അതുപോലെ ഈ സുന്ദരമായ നമ്മുടെ ഈ പരിപാടിക്ക് 4 ദിവസവും സുന്ദരമായ ശബ്ദം, വെളിച്ചം ഒക്കെ നൽകിയ നൗഷാദ് സാഹിബ് അല്ലേ, നൗഷാദ് സാഹിബിന്റെ കൂട്ടാളികളും അല്ലാഹു അദ്ദേഹത്തിന്റെ അവർ അപകട മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അപകട മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈ മജ്‌ലിസിലേക്ക് ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് പൂർണ്ണ കാവൽ നൽകട്ടെ. അദ്ദേഹത്തിന്റെ ഈ സംരംഭത്തിൽ അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ 1-ാമത്തെ ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം മഴ നനഞ്ഞിട്ടാണ് ഇവിടെ എത്രയോ സഹോദരിമാർ കുടയിൽ കൂടിയിരുന്നത്. 2-2.5 മണിക്കൂർ മഴ നനഞ്ഞുകൊണ്ട് സഹോദരന്മാർ ആ മജ്‌ലിസിൽ പങ്കെടുത്തു.
എന്നാലോചിച്ച് നോക്കി, എത്ര പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നു. അള്ളാഹുവേ, ആ വന്നിരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അള്ളാഹ്. അവരുടെ ജീവിതത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഈ മജ്‌ലിസിന്റെ എല്ലാ ബറക്കാത്തുകളും മരണം വരെ നീ അവർക്ക് നൽകണേ പടച്ചവനെ. നാളെ പരലോകത്തിന് നീ അവർക്ക് നൽകണേ പടച്ചവനെ. അതുപോലെ പിന്നെയുള്ള 2 ദിവസം മഴയൊന്നും നനയാതെ വന്നിരിക്കുന്നവർക്ക് സുന്ദരമായ ഈ ഒരു പന്തല് കെട്ടാൻ വെറും ഒറ്റ ദിവസം പോലും എടുത്തില്ല അല്ലേ? ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടത്? 7000 സ്ക്വയർ ഫീറ്റ് വരുന്ന പന്തല് വെറും മണിക്കൂറുകൾ കൊണ്ട് ഈ കോലത്തിലാക്കി. ജിന്നുകളാണ് സാധാരണ പള്ളി ഉണ്ടാക്കുന്നത്. അതായത് കീഴക്കര പള്ളി ജിന്നുകളാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന്. അതേപോലെ ഇവിടുത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജിന്നുകളെ പോലെ പണിയെടുത്തു. പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് ഈ ഒരു സുന്ദരമായ ഒരു പന്തൽ ഇവിടെ കൊണ്ട് നൽകി. അതിന് പണിയെടുത്ത ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്, ഇവിടെയുള്ള എത്ര സഹോദരങ്ങൾ. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. അപകടങ്ങളെ തൊട്ട്, മാരക രോഗങ്ങളെ തൊട്ട് അവർ ഈ ചെയ്ത ഖിദ്മാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് അവരെ കാക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്തും ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലി. പെട്ടെന്നൊരു ദുആ ചെയ്യണേ. കാരണം സമയം നമുക്ക് തോനെ ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ചെറിയൊരു ദുആ, ഇത് സലാത്തിൽ നമുക്ക് സന്തോഷത്തോടെ പിരിയാം. അള്ളാഹു ഇനിയും ഇതുപോലെയുള്ള മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടുവാനും ഇതുപോലെ സ്വതക്കകൾ നൽകുവാനും ദുആയിൽ പങ്കെടുക്കുവാനും നസീഹത്തുകൾ കേൾക്കുവാനും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇനിയും അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അർഹമുർറാഹിമായ കാരുണ്യവാനായ സർവേശ്വരനായ സർവാധിപതിയായ ജഗന്നിയന്താവായ ജഗപരിപാലകനായ അല്ലാഹ്, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ സ്നേഹവും നിന്റെ തൃപ്തിയും നിന്റെ പൊരുത്തവും ദുനിയാവിലും ഞങ്ങളുടെ മരണസമയത്തും നാളെ പരലോകത്തിലും നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നിന്നിൽ ഭരമേൽപ്പിക്കുന്നു അല്ലാഹ്. നീ ഞങ്ങളുടെ സംരക്ഷകനാകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ സംരക്ഷകനായാൽ പിന്നെ ഞങ്ങൾക്ക് ആരെയും പേടിയില്ല റബ്ബേ. ആരെല്ലാം ഞങ്ങളെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും മാറ്റി നിർത്തിയാലും നീ ഞങ്ങളുടെ സംരക്ഷകനായാൽ പിന്നെ ഞങ്ങൾ ആരെയാണ് പേടിക്കേണ്ടത് റബ്ബേ. അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. ആ തെറ്റുകളെല്ലാം ദുനിയാവിന്റെ സ്വർഗമെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ച പരിശുദ്ധ ഇൽമിന്റെ മജ്‌ലിസിലും നിന്നോട് ഏറ്റുപറയുന്നു റബ്ബേ. നിന്നോട് ഏറ്റുപറയുന്നു റബ്ബേ. നീ ഞങ്ങളുടെ തെറ്റുകളെ അഫ്വ ചെയ്യണേ അല്ലാഹ്. നീ ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കണേ റഹ്മാനേ. ഇനി അങ്ങോട്ടുള്ള ജീവിതം തെറ്റുകളിൽ നിന്ന് അകന്ന് നിനക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്ത് മരണം മുന്നിൽ കണ്ട മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് ജീവിക്കുന്ന നല്ല അടിമകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര്
മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടുപോയ കുടുംബക്കാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടുപോയ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് സംഭാവനകൾ ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് തന്നവരുണ്ട് അല്ലാ. ഇനി തരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഈ ആമീൻ പറയുന്നവരിൽ പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹ്മാനേ. പലരുടെയും ഭാര്യമാര് മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാ. പലരുടെയും ഭർത്താക്കന്മാരും 6 അടി മണ്ണിലാണ് അല്ലാ. പലരുടെയും മക്കളും ഖബറിന്റെ ഉള്ളിലാണ് റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ സഹായിച്ച, ഞങ്ങളുമായി സഹകരിച്ച പലരും 6 അടി മണ്ണിലാണ് റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരിൽ പലരും ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ് റബ്ബേ. അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബറുകൾ എവിടെയാണെന്ന് നിനക്കറിയുമല്ലോ നാഥ റഹ്മാനേ. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗീയാരാമമാക്കണേ റബ്ബേ. സ്വർഗ പൂങ്കാവനമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിന്റെ വിരിപ്പ് അവരുടെ ഖബറിൽ വിരിച്ചു കൊടുക്കണേ അല്ലാ. നിന്റെ സ്വർഗത്തിന്റെ പട്ടുടയാടകൾ നീ അവരെ ധരിപ്പിക്കണേ അല്ലാ. നിന്റെ സ്വർഗത്തിന്റെ അന്നപാനീയങ്ങൾ നീ അവർക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, അവരൊക്കെ ദുനിയാവിൽ ചെയ്ത നന്മകൾ നീ ഖബൂലാക്കണേ റഹ്മാനേ. ആ നന്മകൾക്ക് പകരം നിന്റെ സ്വർഗം നീ അവർക്ക് ഓശാരമായി നൽകണേ അല്ലാ. അല്ലാഹുവേ, അവര് ദുനിയാവിൽ വെച്ച് ചെയ്തു പോയ തെറ്റുകളെല്ലാം നിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് പുറത്തു കൊടുക്കണേ അല്ലാ. അവരും ഞങ്ങളും ചെയ്തു പോയ തെറ്റുകളുടെ കാരണത്താൽ നാളെ പരലോകത്തിൽ നീ ഞങ്ങളെ പിടിച്ചു നിർത്തല്ലേ അല്ലാ. നീ ഞങ്ങളുടെ ഹിസാബ് എളുപ്പമാക്കണേ അല്ലാ. സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടന്ന് സ്വർഗത്തിന്റെ ഉള്ളിൽ കടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ, ഒരുപാട് സഹോദരന്മാര്, സഹോദരിമാര് മാതാപിതാക്കളുടെ രോഗങ്ങൾ മാറാൻ, മക്കളുടെ രോഗങ്ങൾ മാറാൻ, ഭാര്യമാരുടെ, ഭർത്താക്കന്മാരുടെ, ബന്ധുമിത്രാദികളുടെ രോഗങ്ങൾ മാറാൻ ഒരുപാട് സ്വതക്കകൾ ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് തന്നവരുണ്ട് അല്ലാ. ഇനി തരാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് പടച്ചവനെ. അല്ലാഹുവേ, ഈ ആമീൻ പറയുന്നവരിൽ പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് റഹ്മാനേ. മാതാപിതാക്കൾക്ക് രോഗങ്ങൾ വന്നിട്ട് സങ്കടപ്പെടുന്ന മക്കളുണ്ട്. മക്കൾക്ക് രോഗങ്ങൾ വന്നിട്ട് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഭാര്യമാർക്ക് രോഗം വന്നിട്ട് സങ്കടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭർത്താക്കന്മാർക്ക് രോഗങ്ങൾ വന്നിട്ട് വേദനിക്കുന്ന ഭാര്യമാരുണ്ട്. കുടുംബത്തിലുള്ളവർക്ക് രോഗങ്ങൾ വന്നിട്ട് വിഷമിക്കുന്ന കുടുംബക്കാരുണ്ട്. റഹ്മാനേ, രോഗങ്ങളൊക്കെ തന്നവൻ നീയല്ലേ അല്ലാ. ആ രോഗങ്ങളുടെ ശിഫ നൽകേണ്ടവനും നീയല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങൾക്കും രോഗികൾക്കും നീ താമായ ശിഫ നൽകണേ അല്ലാ. ഈ പാതിരാത്രിയിൽ നിന്റെ മുമ്പിലേക്ക് നീട്ടിയ കരങ്ങളെ നീ തള്ളിക്കളയല്ലേ റബ്ബേ. ഞങ്ങളുടെ രോഗങ്ങൾക്കും രോഗികൾക്കും നീ താമായ ശിഫ നൽകണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബക്കാരെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം പനി പോലെ പടർന്നു പിടിക്കുന്നുണ്ട് റഹ്മാനേ. ആ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബക്കാരെയും നീ കാത്തോരണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ പരിസരത്തുള്ള എത്ര ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാർ, സഹോദരിമാർ ഈ പ്രാർത്ഥനയ്ക്കു വേണ്ടി, ഈ ദുആയ്ക്കു വേണ്ടി കൊതിക്കുന്നുണ്ട് റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാര്, സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. എല്ലാവിധ നന്മകളും നീ അവർക്ക് ദുനിയാവിൽ നൽകണേ അല്ലാ.
അവർക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഹിദായത്തിന്റെ പൊൻകിരണം അവരുടെ ഹൃദയാന്തരങ്ങളിൽ നീ നൽകണേ അല്ലാ. ഇന്ത്യ മഹാരാജ്യത്ത് സാഹോദര്യത്തോടെ ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന അവസ്ഥ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആരൊക്കെ തകർക്കാൻ നോക്കുന്നുവോ, ഏതെല്ലാം കുടില ശ്രമങ്ങൾ നടക്കുന്നുവോ, അതിനെ മുഴുവനും നീ പരാജയപ്പെടുത്തണേ അല്ലാ. അതിനെ മുഴുവനും നീ പരാജയപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ കബൂലാക്കണേ അല്ലാ. ഈ പള്ളിയിൽ ഖിദ്മത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ അല്ലാ. അവരുടെ ഖിദ്മത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന മഹല്ല് കമ്മിറ്റിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ ഖിദ്മാത്തുകളെ നീ കബൂലാക്കണേ അല്ലാ. ആ ഖിദ്മാത്തുകൾ പകരം നാളെ പരലോകത്തിന്റെ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. എല്ലാവിധ നന്മകളും നീ അവർക്ക് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ മജ്‌ലിസിലിരിക്കുന്ന പലരും പലവിധ ജോലികൾ ചെയ്യുന്നവരാണ്. കച്ചവടം ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, വാഹനം ഓടിക്കുന്നവരുണ്ട്, മീൻ കച്ചവടം ചെയ്യുന്നവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, കൂലിവേല ചെയ്യുന്നവരുണ്ട്, പ്രവാസികളുണ്ട്. റഹ്മാനേ, ഏതാണോ തൊഴിലേതാണോ ആ തൊഴിലിൽ അവരുടെ വരുമാന മാർഗങ്ങളിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അതിനീ മജ്‌ലിസ് ഒരു കാരണമാക്കണേ അല്ലാ. മജ്‌ലിസ് ഒരു കാരണമാക്കണേ അല്ലാ. ദുനിയാവിൽ നീ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ നിലനിർത്തണേ റഹ്മാനേ. നീ തന്നതല്ലാതെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലേ പടച്ചവനെ. നീ തന്നതാണ് സമ്പത്ത്, നീ തന്നതാണ് മക്കൾ, നീ തന്നതാണ് കുടുംബം, നീ തന്നതാണ് വീട്, നീ തന്നതാണ് വാഹനം, നീ തന്നതാണ് ആരോഗ്യം, നീ തന്നതാണ് ആയുസ്. നീ തന്നതല്ലാതെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലേ റഹ്മാനേ. ഇതെല്ലാം നീ അറിഞ്ഞു തന്നതല്ലേ റബ്ബേ. നീ തന്ന അനുഗ്രഹങ്ങളിൽ നീ തന്നെ ബറക്കത്ത് ചെയ്യണേ അല്ലാ. നീ തന്ന അനുഗ്രഹങ്ങളിൽ നീ തന്നെ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളാക്കല്ലേ റഹ്മാനേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ അല്ലാ. മക്കള് കാരണം ജനങ്ങളുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥ മരണം വരെ നീ ഞങ്ങൾക്ക് നൽകല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. അവർക്ക് നല്ല ഈമാൻ കൊടുക്കണേ അല്ലാ. നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനേ. ഞങ്ങളുടെ ഈമാനിന് ഒരു കോട്ടവും തരല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് ആഗ്രഹങ്ങൾ നിന്നോട് പറയാനുണ്ട്. ഞങ്ങളുടെ മനസ്സിന്റെ ഹലാലായ ആഗ്രഹങ്ങൾ നിനക്കറിയുമല്ലോ അല്ലാ. ആ ഹലാലായ ആഗ്രഹങ്ങൾ നീ സാധിപ്പിക്കണേ റബ്ബേ. നീ സാധിപ്പിക്കുമെന്ന ഉറപ്പോടെ നിന്റെ മുമ്പിലേക്ക് നീട്ടിയ ഈ കരങ്ങൾ ഈ പാതിരാത്രിയിൽ ഞങ്ങൾ പിൻവലിക്കട്ടെ അല്ലാ. അല്ലാഹുമ്മ ലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ بسبب ذنوبنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين بحق صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.